പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്നലെ എന്താ പറയാ വചനം കേട്ട് പ്രാർത്ഥിച്ച് തിരുന്നുമ്പ് ലെഫ്റ്റായി പോയവരുടെ എന്താ പറയാ അറിവിനായി ഇവിടെ നമ്മുടെ ഇന്നലത്തെ വചനത്തിന്റെ ഇമ്പാക്റ്റ് ആയിട്ട് ഹല്ലേലൂയ വചനം തീർന്ന് പ്രാർത്ഥന കഴിഞ്ഞപ്പം ഒരു തീരുമാനത്തിൽ എത്തിയിട്ടുണ്ട്. ശനിയാഴ്ച ദിവസം നമ്മൾ ഇന്ത്യക്ക് വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളത്. ഹല്ലേലൂയ. ഇന്ത്യയിൽ ഇപ്പൊ നടക്കുന്ന ഇലക്ഷൻ അത് എന്താ പറയുക നീതിയോടെ ന്യായത്തോടെ നടക്കുവാൻ വേണ്ടി കള്ളത്തരങ്ങളും വഞ്ചനയും ഒന്നും ഇല്ലാത്തത് സ്മൂത്തായിട്ട് പോകാൻ വേണ്ടിയിട്ട് ഒക്കെ ആയിട്ട് എല്ലാവരും ഒരുമിച്ച് ഒരുമനപ്പെട്ട് അതിൽ ആ വിഷയം വേറൊരു വിഷയവുമില്ല. ആ ഒരു വിഷയത്തിന് വേണ്ടി നമ്മുടെ രാജ്യത്തിന് വേണ്ടി ഉപവസിക്കാനും പ്രാർത്ഥിക്കാനും തീരുമാനിച്ചിരിക്കുന്നു. ഇതൊരു അറിയിപ്പായിട്ട് സ്വീകരിക്കുക. ഇതിനകത്ത് നമ്മുടെ വചനം കേൾക്കുന്ന യൂട്യൂബ് വഴിയൊക്കെ കേൾക്കുന്ന ആർക്കെങ്കിലും ഒക്കെ അങ്ങനെ പ്രാർത്ഥിക്കാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മെസ്സേജ് ഇടുന്നിട്ട് ഹല്ലെ നിങ്ങളായിരിക്കുന്നിടത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ നമ്മുടെ കൂടി ചിലപ്പോൾ പ്രാർത്ഥിക്കാൻ കഴിയത്തില്ലായിരിക്കും. പക്ഷെ നമ്മുടെ നിങ്ങളായിരിക്കുന്നിടത്ത് ആ ദിവസം ആ ഒരു വിഷയം ഓർത്ത് എല്ലാവരും ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. ദേവനാമത്തെ ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ കൂട്ടത്തിലുള്ളവരെല്ലാവരും അന്ന് ശനിയാഴ്ച രാവിലെ നമുക്ക് 3 മണിക്കൂറാണ് പ്രയർ. 3 AM to 6 AM ഇന്ത്യൻ ടൈം ആ പ്രയറിന് ജോയിൻ ചെയ്യുക. അതോടുകൂടി ഉപവാസ പ്രാർത്ഥനയായിട്ട് നമ്മൾ അതിന് അന്നത്തെ ദിവസം വൈകുന്നേരം ഉച്ചയ്ക്കെപ്പോഴും സമയം കിട്ടുമ്പോൾ കൂടി വരാൻ പറ്റുന്നവർ കൂടി വരിക. വൈകിട്ട് നമ്മൾ അതുപോലെ നമ്മുടെ പ്രാർത്ഥനാ സമയത്ത് തന്നെ പ്രാർത്ഥിച്ച് ഹല്ലേലൂയ ഉപവാസ പ്രാർത്ഥന അന്നത്തെ ദിവസം അവസാനിപ്പിക്കുന്നതായിരിക്കും. ദൈവം എല്ലാവരും അതിനെ ജോയിൻ ചെയ്യണം. ദൈവനാമത്തെ ഓർപ്പിക്കുന്ന ദൈവം എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം. ഇന്നത്തെ വചന ശുശ്രൂഷയെ കിടക്കുമ്പോൾ നമുക്ക് നമ്മളോട് തന്നെ ഇടയ്ക്കൊക്കെ ഒന്ന് ചോദിക്കണം കേട്ടോ, ദൈവം നമ്മളെ എന്തിനാണ് വിളിച്ചതെന്ന്. ഹല്ലേലൂയ. എന്തിനാ ദൈവം നമ്മളെ വിളിച്ച് ചോദിക്കാറുണ്ടോ? വെറുതെ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ ദൈവം? ഇല്ല. കാരണം നമുക്ക് ഹല്ലേലൂയ ഒരു ജോലി ദൈവം എന്തെങ്കിലും അതിനകത്ത് ജോലി നമ്മളെ ദൈവം വിളിച്ചെങ്കിൽ ഒരിടത്ത് ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ദൈവം നമുക്ക് ചില ഉത്തരവാദിത്തങ്ങൾ തന്നിട്ടുണ്ട്. ഇല്ലേ? വെറുതെ വിളിച്ചെന്ന് പറയുന്ന ആരെങ്കിലും ഇരിപ്പുണ്ട് അതിനകത്ത്? എന്നെ ദൈവം വെറുതെ വിളിച്ചതാ? ഹല്ലേലൂയ ദിവസം ഞായറാഴ്ച ദിവസം ചർച്ചിൽ പോകണം, സഭാരാധനയിൽ കൂടണം, ഉച്ചയാകുമ്പോൾ തിരിച്ച് വീട്ടിൽ വരണം, പിന്നെ അടുത്ത ഞായറാഴ്ച പോയാൽ മതി. ഇതാണ് എന്നെ ദൈവം വിളിച്ച പർപ്പസ് എന്ന് വിചാരിക്കുന്ന ആരെങ്കിലും ഉണ്ട് കൂട്ടത്തിൽ? ഇല്ല. നമ്മളെ എല്ലാവരും വിളിച്ചതിന് ദൈവം വിളിച്ച് നമ്മളെ ആക്കി വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ. നമുക്കൊരു ജോലിയൊക്കെ ലഭിക്കണമെങ്കിൽ ഒരിടത്തേക്ക് നമ്മളെ വിളിച്ച് തെരഞ്ഞെടുത്ത് നമ്മളെ ആക്കി വെക്കുമ്പോൾ നിങ്ങൾ രാവിലെ ഇവിടെ വന്നിരുന്നു, വീട്ടിൽ വെറുതെ പോയിക്കോ, ഒന്നും ചെയ്യണ്ട. പക്ഷെ ശമ്പളം തരാമെന്ന് ആരും പറയോ? ഇല്ല. നമ്മളെ തെരഞ്ഞെടുത്ത് അപ്പോയിന്റഡ് ആണ് അവിടെ. അതുപോലെ ദൈവരാജ്യത്ത് നമ്മൾ അപ്പോയിന്റഡ് ആണ്. എപ്പോ തെരഞ്ഞെടുത്ത് ദൈവം മുൻ നിർണയപ്രകാരം പണ്ടും പോലെ ദൈവം ആദ്യ ലോകസ്ഥാപനത്തിന് മുമ്പ് അല്ലെങ്കിൽ ഒരു അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ദൈവം നമ്മളെ കണ്ട് തെരഞ്ഞെടുത്തവരാണ്. തെരഞ്ഞെടുത്ത് നമ്മളെ ആക്കി വെച്ചിരിക്കുകയാണ് അവരെടുത്ത്. അപ്പോയിന്റഡ് ആണ്. എന്തിനു വേണ്ടിയിട്ടാണ് ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത്? വെറുതെ എന്താ പറയാ ഇങ്ങനെ നിങ്ങൾ വിശ്വാസിയായിട്ട് ഇരുന്ന് ജീവിച്ച് മരിച്ചു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് എന്ന് നിങ്ങൾ പറയുന്നെങ്കിൽ അങ്ങനെ ദൈവം ആരെയും വിളിച്ചിട്ടേ ഇല്ല. ദൈവം ചെറുതാകട്ടെ വലുതാകട്ടെ നമുക്ക് ചില ഉത്തരവാദിത്തം, ഞാൻ പല പ്രാവശ്യം പറയാം, നമുക്ക് ഉത്തരവാദിത്തങ്ങൾ തന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ എന്തിനു വേണ്ടി തിരഞ്ഞെടുത്തു, എന്തിനാക്കി വെച്ചിരിക്കുന്നു നമ്മൾ ചോദിക്കാറില്ല. നിങ്ങൾ ചോദിക്കണം. ചോദിച്ചിട്ടില്ലെങ്കിൽ ചോദിക്കണം ദൈവം എന്തിനാ. കാരണം ഹല്ലേലൂയ യുദ്ധങ്ങൾ കാണുന്നു, യുദ്ധശ്രുതികൾ കേൾക്കുന്നുണ്ട്. ഹല്ലേലൂയ ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നു, പകർച്ചവ്യാധികൾ ഉണ്ടാകുന്നുണ്ട്, പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാകുന്നു, പ്രകൃതിയിൽ പല മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ഇതൊക്കെ കാണുമ്പോൾ എന്തിനാ അത് വിളിച്ചോതുന്നു എന്ന് ചോദിച്ചാൽ ദൈവത്തിന്റെ വരവിനായിട്ടത് അതിന്റെ സൂചനയായിട്ട് നമുക്കറിയാം. ഇതെല്ലാം കാണുന്നത് കാണുമ്പോൾ നിങ്ങൾ ഈറ്റുന്നവന്റെ ആരംഭമെന്ന് നിങ്ങൾ വിചാരിച്ചോണം എന്ന് കർത്താവ് പറഞ്ഞേക്കും. നിനക്ക് ഇതെല്ലാം ഇന്ന് നമ്മുടെ ചുറ്റുപാടും ഹല്ലേലൂയ കണ്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന ഒരു കാലഘട്ടം നമ്മൾ ജയിക്കുമ്പോൾ കർത്താവിന്റെ വരവിൽ കാഹളം കേൾക്കുമ്പോൾ ഉയർന്നു പൊങ്ങുമെന്ന് എത്ര പേർക്ക് ഉറപ്പുണ്ട്? നമ്മൾ ഒരുക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കാറുണ്ടോ? ചിന്തിക്കാറുണ്ടോ അതിനെക്കുറിച്ച്? നമ്മൾ ദൈവസന്നിധി വന്നിരിക്കുകയും ദൈവസന്നിധി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമ്പം നമ്മൾ നമ്മുടേതായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മനസ്സിലാണ്. പക്ഷെ അവിടെ ഒന്നും നമ്മൾ ചോദിക്കുന്നില്ല, കർത്താവ് ഞാൻ കാഹളം കേൾക്കുമ്പം പൊങ്ങാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഉയർത്തെഴുന്നേൽക്കാൻ വേണ്ടിയിട്ട് രൂപാന്തരപ്പെടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുങ്ങിയിട്ടുണ്ടോ? ഞാൻ ഒരുങ്ങാൻ എവിടെയാണെങ്കിലും എനിക്ക് പോരായ്മകൾ ഉണ്ടോ? ഞാൻ എവിടെയാണ് ഒരുങ്ങേണ്ടുന്നത് ചോദിക്കാറുണ്ടോ നമ്മള്? ഞാൻ ഉൾപ്പെടെ കാര്യം ചോദിക്കുന്നു. എത്ര പേര് ദൈവത്തോട് ചോദിക്കാണ്ട് എല്ലാ ദിവസവും കർത്താവേ എന്റെ ഒരുക്കം ശരിയായോ? ഞാൻ എവിടെയെങ്കിലും ഒരുങ്ങാനുണ്ടോ? കർത്താവെ അങ്ങ് വരുമ്പോൾ ഞാൻ കൂടെ വരണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഞാൻ അതിന് യോഗ്യയായിട്ടുണ്ടോ? ചോദിക്കാറുണ്ടോ? നമ്മൾ വെളിപ്പാട് പുസ്തകം എടുത്ത് വായിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്കറിയാമല്ലേ വെറുതെ അങ്ങ് പോകത്തില്ല എന്ന്. ആമേൻ. എത്ര പേര് ചോദിക്കാറുണ്ട്? നമുക്ക് തന്നിരിക്കുന്ന ഉത്തരവാദിത്വം നമ്മൾ ഒരുങ്ങുക എന്ന് മാത്രമല്ല നമ്മുടെ ചുറ്റുപാടുമുള്ളവർ ഒരുക്കാൻ കൂടി നമുക്ക് ഉത്തരവാദിത്വം തന്നിട്ടുണ്ട്. ഭൂമിയുടെ അറ്റത്തോളം നിങ്ങൾ എൻ്റെ സാക്ഷികളാകണം ദൈവം പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എവിടെയൊക്കെ സാക്ഷികളാകാൻ പറ്റുന്നുണ്ട്. എന്തുകൊണ്ടാണ് നമ്മൾ സാക്ഷികളാകാൻ പറ്റാത്തതിനെ? നമ്മൾ ഒരുക്കപ്പെടാത്തത് കൊണ്ടാണ്.
നമ്മൾ ഒരുക്കപ്പെട്ടാല് നമുക്ക് അനേകർ ഒരുക്കാൻ കഴിയും. ഹല്ലേലൂയ. നമ്മൾ ഒരുക്കപ്പെടുന്നില്ല. നമ്മൾ ദൈവത്തോട് അതിനെക്കുറിച്ച് ചോദിക്കും. നമ്മൾ അതിനെക്കുറിച്ച് ബോധേടയല്ല. കാരണം പണ്ട് എനിക്ക് അജി പാസ്റ്റ് പറഞ്ഞു തന്നെ, റെയിൽവേ സ്റ്റേഷനിൽ കാത്തിരിക്കുന്നവരുടെ അവസ്ഥയാണ്. ചിലര് കിടന്നുറങ്ങുന്നു, ചിലര് മാറി ബെഞ്ചിലിരിക്കുന്നു, ചിലര് ട്രെയിൻ വരുന്ന കാത്ത് ഹാലിൽ പ്ലാറ്റ്ഫോമിൽ പോകാൻ എപ്പോഴും വണ്ടിയിലേക്ക് കയറാൻ റെഡി ആയിട്ട് നിൽക്കുന്നു. ഹാലിൽ ഇതുപോലെ തന്നെയാണ് നമ്മുടെയൊക്കെ അവസ്ഥ. കർത്താവ് എപ്പോഴൊന്നും വരത്തില്ല, വരുമ്പോ വരട്ടെ, അല്ലെ വരുമ്പോ നോക്കാം എന്നുള്ള മനോഭാവത്തിലിരിക്കും. പക്ഷെ ഒരുക്കത്തോടെ നിൽക്കുന്നവർ കർത്താവിന്റെ വരും. കാഹള ശബ്ദം എപ്പൊ കേട്ടാലും ഹാലിയ തിരിച്ചറിഞ്ഞു. ഹാലിയ ഇവിടെ കാഹള ശബ്ദം കേൾക്കുന്നത്. ഹാലിയ കാഹള ശബ്ദം കേട്ട് അനേകർ ഇവിടുന്ന് പോയി കഴിയുമ്പോൾ നമ്മളെ ചിലപ്പോ അറിയത്തോലും ഇല്ല. കർത്താവ് വന്ന് പോയി കഴിയുമ്പോൾ ചിലപ്പോ അറിയത്തില്ല. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ആത്മാവ് അതിന് ഒരുക്കപ്പെടുന്നില്ല. നമ്മളിപ്പോഴും ജഡത്തിനുള്ളത് ചിന്തിച്ചുകൊണ്ടിരിക്കുക. ജഡത്തിന്റെ ചിന്തല എന്ന് വെച്ചാൽ അത് നമ്മുടെ മാത്രം കുഴപ്പമല്ല. പിശാച് നമ്മളെ അങ്ങനെ ആക്കുകയാണ്. ഹാലയില് പലതും കൊണ്ട് മുമ്പിലേക്ക് ഇട്ട് തന്നിട്ട് അതിലേക്ക് നമ്മളെ ഡൈവേർട്ട് ചെയ്ത് ഹാലയില് നമ്മൾ അതിനകത്ത് കുടുങ്ങിക്കിടക്കുന്നത് കൊണ്ട് ഹാലയില് പലപ്പോഴും നമ്മൾ ഒരുക്കപ്പെട്ടിട്ടുണ്ടോ, ഒരുങ്ങാനുള്ള അവസരം, മറ്റുള്ള ഒരുക്കാനുള്ള അവസരം, ദൈവം ആക്കി വെച്ചിരിക്കുന്ന വേല, നമ്മളെ വിളിച്ചത് എന്തിനാണ്, നമുക്ക് തന്ന ജോലി നമ്മൾ ചെയ്യുന്നുണ്ടോ, ഇതൊന്നും നോക്കാൻ നമുക്ക് കഴിയുന്നില്ല. ഹാലയില് ഇതിന്റെ ഇടയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ ശത്രു പല തന്ത്രങ്ങളും ഒരുക്കി അതിനകത്ത് കുടുക്കിക്കളയാറുണ്ട്. രാജാക്കന്മാരുടെ കാലത്ത് യുദ്ധങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ശത്രു രാജ്യങ്ങൾ ചെയ്യുന്ന ചില പദ്ധതി ഉണ്ടായിരുന്നു. അവര് വന്നിട്ട് നമ്മുടെ ഇസ്രായേൽ രാജ്യത്തിന് ചുറ്റും ചില കൊത്തളങ്ങൾ തീർക്കുമായിരുന്നു. എന്താ കൊത്തളങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു മതില് പോലെ സംഭവമാണ്. പക്ഷേ അതിനകത്ത് ഒരു കോട്ട മതില് പോലെ സാധനമാണ്. അവർ തീർത്തിട്ട് അവരെന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാല് അവരതിനുള്ളിൽ നിന്ന് ഹാലേലിയ രാജ്യത്തിന്റെ പുറത്തേക്കും അകത്തേക്കുമുള്ള ഹാലേലിയ വരുന്നവരെയും പോകുന്നവരെയും ഹാലേലിയ അവരെ അകത്തുനിന്ന് ആരെയും പുറത്തേക്കും പുറത്തുനിന്ന് ആരെയും അകത്തേക്കും വിടത്തില്ല. അതുപോലെ തന്നെ അവർക്ക് അവിടെ നിന്ന് എല്ലാം നോക്കാം, കാണാം, അതിന്റെ നിയന്ത്രണം കംപ്ലീറ്റ് അവർ ഏറ്റെടുക്കും. ഹാലേലിയ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഹാലേലിയ അവര് മറ്റുള്ളവരെ പുറത്തേക്ക് അകത്തേക്കും വരാതെ വണ്ണം അവർ വളഞ്ഞു നിന്ന് അതുപോലെ ചില കൊത്തളങ്ങൾ തീർത്തു വെക്കും. അന്നേരം ഇന്ന് നമ്മുടെ സഭയ്ക്കുള്ളിൽ എങ്ങനെയാ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സഭയ്ക്കുള്ളിലേക്ക് ആരും വരുന്നു, നമ്മൾ ആരും പുറത്തേക്ക് പോകുന്നില്ല. എന്താണ്? സുവിശേഷമായി പുറത്തേക്ക് പോകാത്തതുകൊണ്ട് ഹല്ലേലൂയ അകത്തേക്ക് ആരും വരുന്നില്ല. അത്രേ ഉള്ളൂ. അത് ശത്രു തീർത്ത് വെക്കുന്ന ചില കൊത്തളങ്ങളാണ്. നമ്മളെ സഭകൾക്കുള്ളിൽ കാണുന്ന കൊത്തളങ്ങളാണെങ്കിൽ അതുപോലെ തന്നെ അത് മാത്രമല്ല, നമ്മൾ ചിലപ്പോൾ കൊത്തളങ്ങളായി മാറാറുണ്ട്. കാരണം നമ്മളുടെ ഏതെങ്കിലും സമയത്ത് നമ്മളുടെ വായിന്ന് വരുന്ന വാക്കുകൾ, പ്രവൃത്തികളൊക്കെ പലരെയും നമ്മുടെ സഭയ്ക്കുള്ളിലേക്ക് കൊണ്ടുവരാൻ വരുന്നത് തടയപ്പെടുന്നത് നമ്മൾ കൊത്തളങ്ങളാണ്. നമ്മുടെ സംസാരം, നമ്മുടെ വാക്കുകൾ, നമ്മുടെ പ്രവൃത്തികൾ ഹാലേലൂയ. ചില ആൾക്കാർ പറയാത്ത ആ സിസ്റ്റർ അവിടെ ഉണ്ടോ, അയ്യോ ഞങ്ങൾ വരുന്നില്ല. ആ ബ്രദറെ ഉണ്ടോ, അയ്യോ അതാണോ നിങ്ങളുടെ സഭ, അയ്യോ ഞങ്ങൾ അങ്ങോട്ടില്ലേ എന്ന് പറയും. അങ്ങനെ നമ്മൾ ഹാലേലൂയ അങ്ങനെ നമ്മൾ ആയി പോകാറുണ്ട്. ഹാലേലൂയ. അങ്ങനെയൊക്കെ നമ്മൾ ആയി പോകുന്നെങ്കിൽ നമ്മളും ഹാലേലൂയ പല സഭകൾ കൊത്തളങ്ങളായിട്ട് നിൽക്കുന്നുണ്ട്. ഹാലേലൂയ. ഈ ദിവസങ്ങളിൽ നമ്മൾ അങ്ങനെയാണോ എന്ന് ചിന്തിക്കണം. എഫെസ്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 10 തുടങ്ങിയുള്ള വാക്യങ്ങൾ നമ്മൾ എപ്പോഴും പറയല്ലേ, എന്താ? പോരാട്ടം. നമ്മൾ ഒരുക്കമുള്ളവരായിരിക്കണം. പോരാട്ടമുണ്ട്. പോരാട്ടമുള്ളത് മനുഷ്യരോട് പ്രീതം ചെയ്യാനല്ല ദൈവം പറഞ്ഞു. പോരാട്ടമുണ്ട്. പക്ഷെ പോരാടുമ്പോൾ ശത്രുവിനെ അറിഞ്ഞ് പോരാടണം. നമ്മൾ പലപ്പോഴും പോരാടുന്നത് നമ്മൾ ശത്രുവിനെ തിരിച്ചറിയാതെ പോരാടും. നമ്മൾ പല മാനുഷികമായ പോരാട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വെച്ചുകൊണ്ടിരിക്കും. പല വ്യക്തികളോടുള്ള വിരോധങ്ങൾ, വെറുപ്പ്, കയ്പ്, നീരസം, പിണക്കം, പക, വിദ്വേഷം ഇതൊക്കെ ഇരിക്കുമ്പം ശത്രുപ്രബലനായി നിൽക്കും നമ്മൾ കാണുന്നുണ്ട്. ശത്രുവിനോട് തിരിച്ചറിയണം. അതുപോലെ നമ്മൾ അതിനകത്ത് പറയും നമുക്ക് ഒരു ഒരുക്കമുള്ളവരായിരിക്കണം. ദൈവത്തിന്റെ സർവ്വ ആയുധവർഗം എടുത്ത് ധരിക്കണം. എന്തിനു വേണ്ട യുദ്ധമുണ്ട്. പക്ഷെ അതിന്റെ കൂടെ തന്നെ പറയും സമാധാന സുവിശേഷം കാലിൽ ചെരുപ്പാക്കി നമ്മൾ എപ്പോഴും ഒരുങ്ങി നിൽക്കണം. ഹല്ലേലൂയ. നമ്മൾ എപ്പോഴും പറയുന്ന കാര്യം തന്നെ നമ്മുടെ അതിർത്തിയിലെ പട്ടാളക്കാര് ഇന്നലെയോടെ ഞാനിത് പറഞ്ഞു തന്നല്ലേ, എപ്പോഴും യുദ്ധമില്ല അവിടെ. പക്ഷേങ്കില് അവരെപ്പോഴും ഒരുക്കമുള്ളവരാ. അവർ ചുമ്മാ യുദ്ധം ഇല്ലല്ലോ, ഇനി എപ്പോഴും യുദ്ധം വരുമ്പോ എണീക്കാം, അന്നേരം ബാക്കിയുള്ള കടന്നുറങ്ങാന്നല്ല. അവരെപ്പോഴും ഒരുങ്ങി നിൽക്കുകയാണ്. ഏത് നിമിഷവും ശത്രുവിന്റെ ഇപ്പൊ നമ്മള് ഇറാനും ഇസ്രായേലും തമ്മിൽ യുദ്ധം. അവിടെ യുദ്ധത്തിൽ പോരാടുന്നവര് ഏത് നിമിഷം അവിടുന്ന് ഇങ്ങോട്ട് പാഞ്ഞു വരും, ഇവിടുന്ന് അങ്ങോട്ട് വരും എന്നൊക്കെ വിചാരിച്ച് വളരെ ഒരുക്കത്ത്. അതുപോലെ നമ്മുടെ അതിർത്തി നിൽക്കുന്നവരും യുദ്ധം നടക്കുമ്പോൾ മാത്രമല്ല, യുദ്ധമില്ലാത്ത സമയത്ത് ശത്രു എപ്പോഴെങ്കിലും നമ്മുടെ നേരെ അവന്റെ ആയുധങ്ങൾ വരുന്നുണ്ടോ എന്ന് നോക്കി അവർ ഒരുക്കത്തോടുകൂടി കാത്തിരിക്കുക ചെയ്യുന്നത്.
യുദ്ധം വന്നിട്ട് കണ്ടിട്ട് യുദ്ധം ചെയ്യാന്നല്ല വിചാരിച്ചിരുന്നു. നമ്മുടെ ജീവിതത്തിൽ ഹാലയിലെ പലപ്പോഴും ശത്രു ഹാലയിലെ പലതും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്ന് വെക്കും. എന്തിനു വേണ്ടിയിട്ട് അവൻ കൊണ്ടുവെക്കുന്ന വെച്ചാൽ നമ്മുടെ ആത്മീയ ജീവിതത്തെ ഹാലയിലെ നമ്മുടെ ആത്മ മനുഷ്യനെ പലപ്പോഴും ഹാലയിലെ നിർവീര്യമാക്കി കളയാൻ, ഉറക്കിക്കളയാനായിട്ട് അവര് ഹാലയിലെ ഒരു ശരിയായ രീതിയിൽ ഒരുക്കമില്ലാത്തവരായി തീരാൻ വേണ്ടിയിട്ട് അവരെ പലപ്പോഴും ക്ഷീണിപ്പിക്കുന്ന ഹാലയിൽ ശത്രുവിന്റെ തന്ത്രങ്ങളുണ്ട്. ഹാലയിലെ പലപ്പോഴും നമ്മുടെ വീര്യം കെടുത്തിക്കളയുന്ന ശത്രുത പലപ്പോഴും ചില കാര്യങ്ങൾ ഭൗതികമായിട്ടുള്ള ചില വിഷയങ്ങൾ നമ്മുടെ മുമ്പിൽ കൊണ്ടിട്ടിട്ട് അത് കുടുക്കി കളയുന്ന തന്ത്രങ്ങളുണ്ട്. ഹാലയിൽ ഇങ്ങനെ പലതും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ എപ്പോഴും നമ്മളൊക്കെ നോക്കിക്കോളാം. ഹാലയിൽ നമ്മുടെ ജീവിതത്തിലൊക്കെ നമ്മളെ ബിസിയാക്കും. പണ്ട് ദൈവദാസൻ പ്രസംഗിച്ച പറഞ്ഞതിന് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഹാലേലിയ. ചില ദൈവദാസന്മാരെ തന്നെ ശുശ്രൂഷയുടെ കാര്യത്തിൽ തന്നെ അവർ പറയാറുണ്ട്, അവരുടെ ജീവിതത്തിലേക്ക് അവർ ബിസിയാ, അവർക്ക് ഇരിക്കാൻ സമയമില്ല, ദൈവസന്നിധി പ്രാർത്ഥിക്കാൻ സമയമില്ല, അവർക്ക് ദൈവത്തെ. പക്ഷെ അവർ ബിസിയാ. എന്താ ബിസിയാകുന്നത്? അവർ ശുശ്രൂഷയ്ക്കൊണ്ട് ഓടി നടക്കുകയാണ്. ഹാലല്ലേ, ബിസി ആയിരിക്കണം. ഹാലല്ലേ, പക്ഷേ ആ അങ്ങനെ ബിസി ആക്കുന്നെങ്കിൽ അത് ദൈവമല്ല, അത് പിശാചാണ്. കാരണം നമ്മൾ ദൈവസന്നിധി ഇരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുമ്പോൾ ഇരിക്കാതെ കൊണ്ട് ഓടുന്നത്. ഞാൻ പറയാം, എന്നോട് കൊണ്ട് ദൈവദാസനോട് ആലോചന പറയിച്ചിട്ട് ദൈവം ഹാലലീസ് അതുപോലെ തന്നെ നീ പഴയതും കൊണ്ട് ഓടിയത് മതി, ഇനി എന്റെ അടുക്കൽ നിന്ന് പുതിയ കൊല്ലം പ്രാപിച്ചിട്ട് പോകാൻ പറയാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞു. ദൈവത്തിന്റെ ആത്മ ഇങ്ങനെ പറയുന്നു. അതായത് അത് ഏറ്റെടുക്കുകയും ചെയ്ത് അതിനുശേഷം ഭയങ്കര മാറ്റം വരികയും ചെയ്ത പറ്റും ജീവിതത്തിൽ. കാരണം ദൈവം എപ്പോഴും ആഗ്രഹിക്കുന്നത് നമ്മൾ ഓട്ടമൊക്കെ ഓടാം, പക്ഷെ ദൈവരാജ്യത്ത് വേണം. പക്ഷെ ദൈവസന്നിധി ഇരിക്കണം, നമ്മൾ പ്രാപിക്കണം. പലപ്പോഴും നമ്മുടെ അത് ശുശ്രൂഷയുടെ മേഖലയാണെങ്കിൽ പോലും നമ്മൾ അങ്ങനെ ആയിരിക്കണം ദൈവം ആഗ്രഹിക്കും. ഇന്ന് ശുശ്രൂഷയുടെ മേഖല അല്ലാതിരുന്നിട്ട് പോലും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും ഹാലയിൽ ചെയ്തുകൊണ്ട് പല കാര്യങ്ങൾ ഇൻവോൾവ് ആയിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്നിരിക്കുന്ന സമയത്തെ പലപ്പോഴും പാഴാക്കി കളയാണ്. ആ പാഴാക്കി കളയുന്ന സമയത്തിൽ നമ്മൾ എന്തൊക്കെ എക്സ്ക്യൂസ് ദൈവസന്നിധി പറഞ്ഞാൽ അതൊന്നും വില പോകത്തില്ല. നമുക്ക് 24 മണിക്കൂർ ദൈവം സമയം തന്നിട്ടുണ്ടെങ്കിൽ ഹാലയിലെ നമ്മൾ ഇന്ന് ഒരുപാട് വചനം, ഞാൻ എപ്പോഴും പറയുന്ന കാര്യം തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്, നമ്മൾ മലയാളികളാണ് ഏറ്റവും കൂടുതൽ വചനം കേൾക്കുന്നവർ. പക്ഷെ ഈ വചനം കേൾക്കുന്നു എന്നല്ലാതെ ഹാലയിലെ വചനത്തിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുന്നില്ല, സ്റ്റെപ്പ് വയ്ക്കുന്നില്ല. കേൾക്കാതിരുന്നെങ്കിൽ അത്രയും പാപം ഉണ്ടായിരുന്നില്ല, പക്ഷെ കേട്ടിട്ട് നമ്മൾ അനുസരിക്കാതിരിക്കുന്നത് പാപം തന്നെയാണ്. നമ്മുടെ യാക്കോബിന്റെ ലേഖനം പറയുന്നത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്ന, ചെയ്യുന്ന എന്താ പറയുക, ദൈവം കൽപ്പിച്ചുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് ദൈവം പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതും ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്നതും ഒരുപോലെ പാപമാണ്. നമ്മൾ വിചാരിക്കുക അരുത് എന്ന് പറഞ്ഞ് ചെയ്താലല്ലേ പാപമുള്ളൂ. അല്ല, ചെയ്യണം എന്ന് പറയുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതും പാപമാണ്. നമ്മളോട് ദൈവം പറഞ്ഞു, ഭൂമിയുടെ അറ്റത്തോളം നിങ്ങൾ എന്റെ സാക്ഷികളാകണമെന്ന്. ഞാൻ ഇപ്പൊ യെശയ്യാ പ്രവാചന പുസ്തകം 61 നമ്മൾ വായിച്ച യേശു കർത്താവിനെ കുറിച്ച് പറഞ്ഞേക്കുന്ന ഹാലയിലെ പ്രവചന ശബ്ദം നമ്മളോട് ഓരോരുത്തരെ പറഞ്ഞേക്കുന്ന ഹാലയിൽ നമ്മുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ അഭിഷേകം ചെയ്ത് എന്തിനു വേണ്ടി അഭിഷേകം ചെയ്തിരിക്കുന്നു? ബദ്ധന്മാരെ വിടുവിക്കാനും, കുരുടന്മാർക്ക് കാഴ്ചയും ബധിരന്മാർക്ക് കേൾവിയും ദൈവത്തിന്റെ പ്രസാദവർഷം പ്രസംഗിപ്പാനും ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ അഭിഷേകം ചെയ്തിരിക്കുന്നു. നമ്മുടെ മേലുള്ള അഭിഷേകമുണ്ട്, ദൈവം അഭിഷേകം ചെയ്ത് നമ്മൾ നിർത്തിയിരിക്കുന്നു. പക്ഷെ നമ്മൾ എല്ലാവരും ഹാലയില അതിനനുസരിച്ച് ഉപയോഗിക്കപ്പെടുന്നുണ്ടോ? ചിലപ്പോൾ നമുക്ക് ഇന്ന് നമ്മൾ വിചാരിക്കുന്ന ചിലപ്പോൾ നമുക്കൊരു പ്രസംഗിക്കാൻ ഒരു വേദി കിട്ടിക്കാണത്തില്ല, ശുശ്രൂഷയ്ക്കാൻ്റെ സാഹചര്യം നമ്മൾ, പക്ഷെ നമ്മൾ ഒരുക്കമുള്ളവരായിരിക്കണം. എനിക്ക് എപ്പോൾ എന്നോട് പറഞ്ഞാലും ഞാൻ റെഡിയാണ്. ഏത് സമയത്ത് അസമയത്തും കർത്താവ് എപ്പോൾ വരുമെന്ന് അറിയത്തില്ലേ. കള്ളൻ വരുന്ന കള്ളനെ പോലെ ഞാൻ വരും, പക്ഷെ നിങ്ങൾ ഒരുക്കമുള്ളവരായിരിക്കണം ദൈവം പറഞ്ഞിട്ടുണ്ട്. ഈ ഒരുക്കമെന്ന് നമ്മൾ തന്നെത്താൻ ഒരുങ്ങണം. ഒന്ന് അല്ലേ, മണവാട്ടി സ്വയം ഒരുങ്ങി മണവാളെ കാത്തിരിക്കുന്ന പോലെ ആയിരിക്കുന്നത്. നമ്മൾ സ്വയം ഒരുങ്ങണം. എന്താ ഒരുക്കം വെച്ചാൽ എല്ലാ ഞായറാഴ്ചയും രാവിലെ സഭയിൽ പോകണം, ആരാധിക്കണം, ഉച്ചയാകുമ്പോൾ തിരിച്ച് വീട്ടിൽ വരണം. ഇതാണ് അല്ലെ, ഉപവാസ പ്രാർത്ഥന നടക്കുമ്പോൾ അവിടെ പോകണം, പ്രാർത്ഥിക്കണം, തിരിച്ചു വരണം. ഇതാണ് നമ്മുടെ ഒരുക്കം. ഇത്രമാത്രം ചെയ്താൽ മതിയോ? വിശുദ്ധരാകുമോ? പോകാൻ പറ്റുമോ? ഇതൊക്കെ ചോദ്യങ്ങൾ, ആൻസർ പറഞ്ഞ ഹല്ലേലൂയ. നമുക്ക് പറ്റുമോ? ഇന്നലെ പറഞ്ഞ എപ്പം നമ്മൾ ഉണരും? കർത്താവ് ചോദിക്കും, നമ്മളോട് ഓരോരുത്തരും ചോദിക്കണം, എന്ന് നിങ്ങൾ ഇനി ഉണരും, നിങ്ങൾക്ക് എന്ന് സുബോധം ഉണ്ടാകും എന്ന് ചോദിക്കുന്നത്. കാരണം ശത്രു എപ്പോഴും തന്ത്രങ്ങൾ ഒരുക്കി. പഴയ കാലത്ത് രാജാക്കന്മാരുടെ കത്തി ഒരു കൊത്തളങ്ങ് ഉണ്ടാക്കി ഹാലയിലിയ അവരുടെ ഹാലയിലിയ സഭയിലേക്ക് കടന്നു വരുന്നവർ ഹാലയിലിയ തടഞ്ഞു നിർത്തി ഒരു പ്രവണത ഉണ്ടായിരുന്നു. നമ്മൾ പലപ്പോഴും നമ്മുടെ സഭയ്ക്കുള്ളിലും ഇന്ന് അങ്ങനെയൊക്കെ ആകുന്നുണ്ട്. ഹാലയിലിയ
അപ്പൊ ചിലപ്പോൾ നമ്മൾ തന്നെയായിരിക്കും അതിനെക്കുറിച്ച് നമ്മൾ ഹല്ലേലൂയ നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് ഗോസിപ്പ് പറയും, മറ്റുള്ളവരെ കുറിച്ച് ഹല്ലേലൂയ ദേവദാസന്മാരെ കുറിച്ച്, നമ്മുടെ സഭയെ കുറിച്ച് കുറ്റം പറയും, സഭയിലെ വിശ്വാസികളെ കുറിച്ച് കുറ്റം പറയും, നമ്മുടെ സഭയിലെ ദേവദാസന്മാരെ കുറിച്ച് കുറ്റം പറയും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അത് മറ്റുള്ളവരോട് ചെയ്യുമ്പോൾ ഹല്ലേലൂയ അവിടെ എല്ലാം നമ്മൾ നമ്മുടെ സഭയിലെ കൊത്തളങ്ങളായി മാറിക്കൊണ്ടിരിക്കണം. കാരണം അവരെ അങ്ങനെ നമ്മുടെ സഭയിലേക്ക് കടന്നു വരുന്നത് തടഞ്ഞുകൊണ്ടിരിക്കുക അക്ഷരാർത്ഥത്തിൽ. ഹല്ലേലൂയ ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മൾ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നെങ്കിൽ ഹല്ലേലൂയ അവിടെയൊക്കെ നമ്മൾ ജനം കടന്നു വരാതെ വണ്ണം ഹല്ലേലൂയ നമ്മൾ അവരെ തടയപ്പെടുന്നു. അല്ലെ മറ്റൊരാളുടെ രക്ഷയെ, മറ്റൊരാളുടെ ഹല്ലേലൂയ സഭയിലേക്കുള്ള എൻട്രിയൊക്കെ നമ്മൾ തടയുന്നെങ്കിൽ അങ്ങനെ ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായത്തിന് 2 തുടങ്ങി 4 വരെ ഒന്ന് വായിക്കാവോ? 2 തുടങ്ങി 4. ന്യായാധിപന്മാർ 6 തുടങ്ങി 6-ാം അധ്യായത്തിൽ 2 തുടങ്ങി 4 വരെ. മിദ്യാൻ ഇസ്രയേലിന്മേൽ ആധിപത്യം പ്രാപിച്ചു. ഇസ്രയേൽ മക്കൾ മിദ്യാന്യരുടെ നിമിത്തം പർവ്വതങ്ങളിലെ ഗഹരങ്ങളിലും ഗുഹകളിലും ദുർഗങ്ങളും ശരണം ആക്കി. ഇസ്രയേൽ വിതച്ചിരിക്കുമ്പോൾ മിദ്യാന്യരും അമാലേക്യരും കിഴക്ക് ദേശക്കാരും അവരുടെ നേരെ വരും. അവർ അവർക്ക് വിരോധമായി പാളയം ഇറങ്ങി ഗസ വരെ നാട്ടിലെ വിള നശിപ്പിക്കും. ഇസ്രയേലിന് ആഹാരമോ ആടോ മാടോ കഴുതയോ ഒന്നും ശേഷിപ്പിക്കുകയില്ല. ആമേൻ. ഹല്ലേലൂയ. അവിടെ നമ്മൾ കാണുന്ന മിദ്യാനിയരും ഇസ്രായേലും പറയും. ഹല്ലേലൂയ. മിദ്യാനിയർ എന്ന് വെച്ചാൽ ശത്രുവായിരുന്നെങ്കിൽ ഇസ്രായേൽ ദൈവത്തിന്റെ സ്വന്തം ജനമാണ്. ഇന്ന് നമ്മൾ ഇസ്രായേലരാണ് നമ്മൾ ദൈവസഭയെങ്കിൽ മിദ്യാനരാണ് പിശാചും സാത്താനും അവന്റെ കൂട്ടരും എന്ന് വിചാരിക്കുക. ഹല്ലേലൂയ. അവിടെ മിദ്യാൻ ഇവിടെ കടന്നു വന്നിട്ട് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇസ്രായേൽ അവർ വിതച്ചിരിക്കുന്നു കഴിയുമ്പോൾ അവർ ഇറങ്ങി വരും. ഇറങ്ങി വന്നിട്ട് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പൊ ഇവരിറങ്ങി വരുമ്പോൾ ഇവരെ ഭയപ്പെട്ട് അവര് ഒളിച്ചിരിക്കും. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുക വെച്ചാൽ അവർ ഇറങ്ങി വന്നിട്ട് അവരുടെ വിള നശിപ്പിച്ചു കളയുന്നു. അവര് അവിടുന്ന് പാളമേൽ ഗസ വരെ നാട്ടിലെ വിള നശിപ്പിക്കും. ഇസ്രായേലിന് ആഹാരമോ ആടോ മാടോ കഴുതി ഒന്നും ശേഷിക്കും. എന്ന് വെച്ചാൽ ഇസ്രായേലിനുള്ള ആഹാരത്തെ അവർ നശിപ്പിച്ചു കളയുന്നു. ആഹാരം ശേഷിപ്പിക്കുന്നില്ല. അവർക്ക് ആഹാരമില്ല. വേണ്ടും പോലെ അവർക്ക് ആഹാരമില്ലാത്ത ഒരവസ്ഥയിലേക്ക് മാറ്റിക്കളയുന്ന ഇസ്രായേൽ ഇവിടെ എന്താ പറയാ മിദ്യാനര് വന്നിട്ട് ഹല്ലേലൂയ ആഹാരത്തെ നശിപ്പിച്ചു കളയുന്നു. അല്ലെ അന്ന് അവരുടെ ആഹാരത്തെ നശിപ്പിച്ച ജനം ഭയങ്കര കഷ്ടത്തിലായി മാറി. പക്ഷെ ഇന്ന് എന്താണ് നമ്മുടെ ആഹാരം? നമ്മുടെ ആഹാരം ദൈവത്തിന്റെ വചനമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ മലയാളികളാണ് ഏറ്റവും കൂടുതൽ വചനം കേൾക്കുന്നത്. ഇഷ്ടംപോലെ ആഹാരം സമൃദ്ധിയായിട്ട് കിടക്കുക. യൂട്യൂബ് തുറന്നാലും വാട്സപ്പ് എടുത്താലും എങ്ങോട്ട് തിരിഞ്ഞാലും സൂം മീറ്റിംഗ് ആണെങ്കിൽ ഒക്കെ ആയിട്ട് വചനമാണ്. പക്ഷേങ്കില് മാർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ 15-20 വരെ നമ്മൾ വായിക്കുമ്പോൾ നമുക്കറിയാം വചനം നമ്മൾ കേൾക്കുന്നുണ്ട്. ഹല്ലേലൂയ. അത് പറയുന്ന കർത്താവ് പറഞ്ഞ് വിതയ്ക്കാനും പുറപ്പെട്ട് വിതച്ചു. ഹല്ലേലൂയ. വിതച്ചത് കുറച്ച് വഴിയരിയിൽ വീണ്, കുറച്ച് പാറപ്പുറത്ത് വീണ്, ചില കുറച്ച് മുള്ളിനിടയിൽ വീണ്, ചില കുറച്ച് നല്ല നിലത്ത് വീണ്. ഹല്ലേലൂയ. അവിടെയൊക്കെ പറയുന്ന ഈ വഴിയരി വീണത് പർവ്വജാതികൾ ഒന്ന് കൊത്തിയെടുത്തോണ്ട് പോകും. അപ്പൊ നമ്മൾ വചനം കേട്ട് പെട്ടെന്നത് ഏറ്റെടുക്കുമ്പോഴും പിശാച് വന്നിട്ട് അത് അത് എടുത്തുകൊണ്ട് പോകുന്നു. അടുത്ത പാറപ്പുറത്ത് വീഴുന്ന പെട്ടെന്ന് മുളച്ചു വരും. കേൾക്കുമ്പോൾ നമ്മൾ സന്തോഷത്തോടെ ഹല്ലേലൂയ ഭയങ്കര ഹല്ലേലൂയ ഒക്കെ പറഞ്ഞ് അക്സെപ്റ്റ് ചെയ്യും. ഇപ്പൊ നമ്മൾ എല്ലാ ദിവസവും ഹല്ലേലൂയ ഒരു എത്ര മെസ്സേജ് കേൾക്കുമ്പോൾ നമുക്ക് ഓരോരുത്തർ കൗണ്ട് കാണത്തില്ല. പക്ഷെ ഈ കേൾക്കുന്ന വചനം പിറ്റേ ദിവസം ഹല്ലേലൂയ എന്താ നമ്മൾ കേട്ടെന്ന് ചോദിച്ചാൽ അപ്പുറത്തോട്ട് നമ്മൾ നോക്കിയിരുന്നിട്ട് ഹല്ലേലൂയ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഉള്ളിൽ അതില്ല. അപ്പൊ തന്നെ അത് മുളച്ചു വരുന്നു, ഏറ്റെടുക്കുന്നു, നമ്മൾ അതിനെക്കുറിച്ച് പ്രാർത്ഥിക്കുന്നു, എല്ലാം ചെയ്യുന്നു. പക്ഷേ അത് പെട്ടെന്ന് തന്നെ ഹല്ലേലൂയ വേരില്ലാഴികൾ അത് ഉണങ്ങിപ്പോകുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അടുത്ത കാണുന്നത് മുള്ളിനടിയിൽ വീണം. നമ്മൾ കേൾക്കുന്ന അതവിടെ വളരെ, പക്ഷെ അതിന്റെ കൂടെ നമ്മുടെ പലവിധ കാര്യങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ നിൽക്കുന്ന ചില വിഷയങ്ങൾ, ഇതെല്ലാം കൂടെ വന്നിട്ട് മുള്ളു വന്ന് ഇതിനെ ഞെരുക്കി കളയുന്നില്ല. അത് ഞെരുക്കി കളയുന്നത് വേണ്ടുപോലെ വളരുവാനായിട്ട് അനുവദിക്കുന്നില്ല. നല്ല നിലത്ത് വീണത് മാത്രമാണ് 30, 60, 100 മേനി വളരുന്നത്. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം നമ്മൾ 100 മേനി വിളയുന്നവരാണോ എന്നൊരു മെസ്സേജ് നമ്മൾ ചെയ്ത ഹല്ലേലൂയ ഇവിടെ. അപ്പൊ ഈ കാര്യം അവിടെ സംഭവിക്കുന്നു. എന്താ അവിടെ നടക്കുന്നത്? അന്ന് അവിടെ മിദ്യാന്യര് ഹല്ലേലൂയ ജനത്തിന്റെ ആഹാരത്തെ നശിപ്പിച്ചു കളഞ്ഞതുപോലെ ഇന്നും ഇത് തന്നെ ചെയ്യുന്നത്. നമുക്ക് നമ്മുടെ ആഹാരം വചനമാണ്. നമ്മുടെ ആഹാരം വെച്ചാൽ നമ്മൾ മനുഷ്യന്റെ ആഹാരം വചനമാണ്. മനുഷ്യന് ഭക്ഷണം കൊടുക്കാതെ മനുഷ്യൻ ശക്തനായി കരുത്ത് പ്രാപിക്കുകയില്ല. ഇല്ലേ? മറ്റൊരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഇന്ന് ഹല്ലേലൂയ
കേൾക്കുന്നത് അവർ പ്രസംഗിക്കും, ഇവര് അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് എല്ലാം കേട്ട് അതിൽ റിലേ ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കും. വചനം ഓരോരുത്തരും പ്രസംഗിക്കുമ്പോൾ അവർക്ക് ദൈവം കൊടുക്കുന്ന വെളിപ്പാട് നിന്നോ, അവർക്ക് ദൈവം കൊടുക്കുന്ന ഹാലയിലോ, അല്ലെങ്കിൽ അവരുടേതായ ഇഷ്ടങ്ങളിലോ, അല്ലെങ്കിൽ അവരുടേതായ ഇന്റർപ്രിട്ടേഷനിലോ അവർ പ്രസംഗിക്കുമ്പോൾ അത് എല്ലാവർക്കും വ്യക്തിപരമായി നമുക്കുള്ളത് ആയിരിക്കും എന്ന് ചോദിച്ചാൽ എല്ലാം നമുക്കുള്ളതല്ല. പലപ്പോഴും നമ്മൾ കൺഫ്യൂസ്ഡ് ആകുന്നുണ്ട്. ചിലര് പ്രോസ്പെരിറ്റിയെ കുറിച്ച് പറയും, അവരും കഷ്ടത എന്ന് പറയുന്നതേ ഇല്ല. കർത്താവ് യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ സകലതും സഹിച്ചു കഴിഞ്ഞു, അതുകൊണ്ട് ഇനി നമ്മൾ കഷ്ടത അനുഭവിക്കാൻ വിളിക്കപ്പെട്ടതൊന്നും അല്ല. ദൈവത്തിന്റെ വചനം മറ്റൊരാൾ പറയും കഷ്ടമില്ലാതെ നമുക്ക് ഒരു ക്രിസ്തീയ ജീവിതമില്ല. കൺഫ്യൂസ്ഡ് ആയില്ലേ? ഏത് വിശ്വസിക്കും? നമുക്കെല്ലാവർക്കും ബൈബിൾ ഇന്ന് ഈ കയ്യിൽ പിടിച്ച് നടക്കാൻ കഴിയുന്ന പാകത്തിൽ ദൈവകൃപയാൽ നമുക്ക് ഈ പുസ്തകം ലഭിച്ചിട്ടുണ്ട്. അനേകരുടെ രക്തമൊഴുക്കി, അനേകരുടെ അധ്വാനത്തിന്റെ ഫലമാണ് ഇന്ന് നമ്മൾ ഈ കാണുന്ന ഒരു ഫോമിൽ നമുക്ക് ഈ ബൈബിൾ വചനം നമ്മുടെ കയ്യിലേക്ക് ദൈവം നമുക്ക് നമ്മുടെ കയ്യിലേക്ക് വചനം തന്നിട്ടുണ്ടോ? നമ്മൾ വ്യക്തിപരമായി ഓരോരുത്തരും വചനം വായിക്കുകയും മെഡിറ്റേറ്റുകയും ചെയ്യണം. വ്യക്തിപരമായ ദൈവം എത്രയൊക്കെ മറ്റുള്ളവരിലൂടെ നമ്മളോട് പറഞ്ഞാലും വ്യക്തിപരമായ ദൈവത്തിന് നമ്മളോട് സംസാരിക്കാനുണ്ടാവും. ആ സംസാരിക്കൽ എന്താണെന്ന് നമ്മൾ കേൾക്കണം. നമ്മുടെ ആഹാരം അതാണ് ശരിക്കും. നമ്മൾ വ്യക്തിപരമായ ദൈവസ്ഥയിൽ നിന്ന് പ്രാപിക്കുന്ന ഒരു വചനമായിരിക്കും ചിലപ്പോൾ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നത്. ആ വചനം ആ ആഹാരം നമ്മൾ ഉണ്ടാക്കണം. നമ്മൾ അത് കണ്ടെത്തണം. നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ അവരപ്പനോടോ അമ്മയോടോ വന്ന് പറയുന്നതല്ലാതെ ഏതെങ്കിലും നാട്ടുകാരോട് പോയി പറഞ്ഞിട്ട് നാട്ടുകാരോ നമ്മളോട് പറയുമോ? ഇല്ല. നമുക്ക് എന്തെങ്കിലും കാര്യം മക്കളോട് പറയാനുണ്ടെങ്കിൽ നമ്മൾ നാട്ടുകാരെ വിളിച്ചിട്ട് എന്റെ മകളോടൊന്ന് പറഞ്ഞു, എന്റെ മോനോടൊന്ന് പറഞ്ഞു പറയുമോ? ഇല്ല. നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളോട് നേരിട്ട് നമ്മൾ അവരോട് നേരിട്ട് സംസാരിക്കും. നമ്മുടെ ദൈവം അത് തന്നെയല്ലേ ആഗ്രഹിക്കുന്നത്, നമ്മളോട് നേരിട്ട് സംസാരിക്കാനായിട്ട് അല്ലേ? അതോ ദൈവം എന്ന് പറയുന്ന സങ്കല്പമാണോ? വിഗ്രഹം വല്ലതും ആണോ? കണ്ണും മൂക്കും വായൊക്കെ ഉണ്ടെങ്കിലും കേൾക്കുകയും കാണുകയും കേൾക്കുകയും സംസാരിക്കുകയും ചെയ്യാത്തതിനോടാണ് നമ്മൾ സംസാരിക്കുക. നമ്മൾ സംസാരിക്കും, നമ്മൾ പ്രാർത്ഥിക്കും, നമ്മൾ സേവിക്കുന്നതൊക്കെ ജീവനുള്ള ദൈവത്തെയാണ്. ഈ ജീവനുള്ള ദൈവത്തിന്റെ മുമ്പിൽ നമ്മൾ നിൽക്കുന്ന സമയത്ത് ഹല്ലേലൂയ നമ്മൾ ദൈവത്തോട് സംസാരിക്കണം. നമ്മുടെ അപ്പം നമുക്ക് വേണ്ടുന്ന ആഹാരം നമ്മൾ കർത്താവിൽ നിന്ന് പ്രാപിക്കുക തന്നെ വേണം. നമുക്ക് വേണ്ടുന്ന ആഹാരം നമ്മുടെ ആത്മ മനുഷ്യന് വേണ്ടുന്നു. നമ്മൾ കേൾക്കുന്ന വചനം അതുപോലെ തന്നെ നമ്മൾ കേൾക്കുന്ന വചനം അത് നമ്മൾ ഏറ്റെടുക്കുന്ന സമയത്ത് അതിനകത്ത് നമുക്കുള്ള ആഹാരം നമ്മൾ ഏറ്റെടുത്ത് അതിനെ നമ്മൾ ഭക്ഷിച്ച് ബലപ്പെട്ടാൽ മാത്രമേ നമ്മൾ ദൈവരാജ്യം നിൽക്കാൻ കഴിയും. അവിടെ നമ്മൾ ഓരോരുത്തരും വ്യക്തിപരമായിട്ട് നമുക്കുള്ള ആഹാരം നമ്മൾ കണ്ടെത്തണം. അവിടെ മിദ്യാന് ഇത് ചെയ്യുമ്പോൾ ഒരാൾക്ക് അവിടെ ഒരു ചിന്തയുണ്ടായിരുന്നു. ഗിതയും പറയും എന്റേത് ആർക്കും ഞാൻ വിട്ടുകൊടുക്കത്തില്ല എന്നും പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്ന വെച്ചാൽ മുന്തിരിച്ചക്കിന്റെ അടുക്കൽ കൊണ്ടുവച്ച് ആരും കാണാതെ ഗോതമ്പ് മെതിച്ച് എടുക്കുന്ന നമ്മൾ കാണുന്നുണ്ടല്ലേ. അപ്പം അവിടെ നമ്മുടെ ഗിദെയോൻ തീരുമാനിക്കുകയാണ് എനിക്ക് വേണ്ടുന്ന ആഹാരം ഞാൻ സ്വന്തമായിട്ട് ഈ പ്രതികൂലത്തിൽ നിന്നാലും ഇതിനെ ഞാൻ സ്വന്തമായിട്ട് എടുക്കും. ഹല്ലേലൂയ. അതുപോലെ നമുക്കുള്ള ആഹാരം, നമുക്ക് വേണ്ടുന്ന ആഹാരം നമ്മൾ അവർ ശത്രു പലപ്പോഴും അതെല്ലാം നശിപ്പിച്ച് കളയാൻ നോക്കും. ഫുൾ നശിപ്പിച്ച് കളയുമ്പോഴും അതിനിടയ്ക്ക് നമ്മൾ മനസ്സ് വെച്ചാൽ നമുക്ക് വേണ്ടും നമുക്ക് കണ്ടെത്താൻ പറ്റും. നമ്മൾ ആഹാരം ഭക്ഷിച്ചില്ലെങ്കിൽ നമ്മൾ ക്ഷീണിച്ചു പോകുക തന്നെ ചെയ്യും. നമുക്ക് സ്വന്തമായിട്ട് എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ പെട്ടെന്ന് നമ്മൾ തളർന്നു പോകുന്നതിന്റെ കാര്യം വെച്ചാൽ നമ്മുടെ ഉള്ളിൽ ഉൾനട്ടതായ വചനമില്ലാത്തതുകൊണ്ടാണ്. ക്രിസ്തു എന്ന പാറമേൽ അടിസ്ഥാനം വിട്ട വീടാണെങ്കിൽ കാറ്റടിക്കും, വൻമഴ പെയ്യും, എന്തൊക്കെ സംഭവിച്ചാൽ അതിന് കുലുക്കം തട്ടത്തില്ല. പലപ്പോഴും അതുപോലെ നമ്മൾ ഉൾനട്ടതായ വചനം നമ്മുടെ ഉള്ളിലില്ലാത്തതുകൊണ്ട് ഒരു ചെറിയ പ്രശ്നം വരുമ്പോ തന്നെ നമ്മൾ ഷേക്കാവും ഇല്ലേ? എത്ര വലിയ ആത്മീയനാന്ന് പറഞ്ഞാലും എന്തൊക്കെ പറഞ്ഞെന്ന് വെച്ചാലും നമ്മള് അതുപോലെ നമ്മളിപ്പോ കാണുന്ന ഈറ്റ് നോവിന്റെ ആരംഭം നമ്മൾ അതിന്റെ ഇത് കണ്ടിട്ട് അതിന്റെ പിന്നാലെ പോകാനല്ല. എന്തൊക്കെയാ അടയാളങ്ങൾ നടക്കുന്നുണ്ട് കേട്ടോ കർത്താവ് വരാറെ. നോ, ഈ അടയാളങ്ങൾ നമ്മൾ എന്തിലോട്ട് ഫോക്കസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ദൈവസന്നിധി നമ്മൾ ഒരുക്കം പെടുവാനായിട്ട് അതിനെ ഫോക്കസ് ചെയ്യണം. ഇത് കാണുമ്പോ അയ്യോ അവിടെ അടയാളം, ഇത് എവിടെ വചനത്തെ എവിടെ പറഞ്ഞത് നിന്നടുത്ത് പറഞ്ഞു ഇത് സംഭവിച്ചു കേട്ടോ ഇന്ന് നോക്കി അതിന്റെ പിന്നാലെ അടയാളം കണ്ടിട്ട് പോകാനില്ല. അടയാളം എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു അലാമാണ്. അടയാളങ്ങൾ കാണുമ്പോ എന്താ വേണ്ടേ? ഇതവിടെ സംഭവിക്കുന്നെങ്കിൽ കർത്താവ് പറഞ്ഞ പോലെ കർത്താവ് വെറുതെ പറഞ്ഞതല്ല, കർത്താവ് വരാതിരിക്കത്തൊന്നുമില്ല കേട്ടോ. ചിലരൊക്കെ പറയുന്നത് കർത്താവ് വരുന്നൊക്കെ ചുമ്മാന്ന് പറയും. പക്ഷെ അങ്ങനെ നമ്മളാരും വിശ്വസിക്കത്തില്ല നമുക്കറിയാം. കാരണം വെച്ച് കഴിഞ്ഞാല് കർത്താവ് പറഞ്ഞാൽ
അത് സംഭവിക്കാൻ തന്നെ ചെയ്യും. കർത്താവ് വരാറായിട്ടുണ്ട് എന്നുള്ളത്, അത് ഏറ്റവും അടുത്തു എന്ന് ലക്ഷണങ്ങൾ പറയുമ്പോൾ നമ്മൾ അതുപോലെ ഒരുക്കപ്പെടുന്ന ദിവസം. ഹല്ലേലൂയ. അടുത്തൊരു വചനഭാഗം വായിക്കാം. 1 ശമൂവേലിന്റെ പുസ്തകം 13-ാം അധ്യായത്തെ 19-22 വരെ വായിക്കാം. ഫസ്റ്റ് ശമൂവേൽ 13, 19, 22. താമസം മ്യൂട്ടാണ്, അൺമ്യൂട്ട്. 13-19 തൊട്ട് 22 വരെ. എന്നാൽ ഇസ്രയേൽ ദേശത്തെങ്ങും ഒരു കൊല്ലനെ കാണാനില്ലായിരുന്നു. എബ്രായർ വാളോ കുന്തോ തീർപ്പിക്കരുത് എന്ന് ഫെലിസ്തീർ പറഞ്ഞു. ഇസ്രയേലിയർ തങ്ങളുടെ കുഴു, കലപ്പ, മഴു, വൻവെട്ടി എന്നിവ കാക്ഷിപ്പാൻ ഫെലിസ്തീരുടെ അടുക്കൽ ചെല്ലേണ്ടി വന്നു. എന്നാൽ മൺവെട്ടി, കലപ്പ, മുപ്പല്ലി, മഴു എന്നിവയ്ക്കായും മുടിങ്കോൽ കൂർപ്പിപ്പാനും അവർക്ക് മരം ഉണ്ടായിരുന്നു. ആകയാൽ യുദ്ധസമയത്ത് ശൗലിനോടും യോനാഥാനോടും കൂടെയുള്ള ജനത്തിൽ ഒരുത്തനും വാളും കുന്തവും ഉണ്ടായിരുന്നില്ല. ശൗലിനും അവന്റെ മകൻ യോനാഥാനും മാത്രമേ ഉണ്ടായിരുന്നു. ഫെലിസ്ത്യരുടെ പട്ടാളമോ മിക്മാസിലെ ചുരം വരെ പുറപ്പെട്ടു വന്നു. ആമേൻ, സ്തോത്രം. ഒരു രാജ്യത്തിന്റെ അവസ്ഥ ആലോചിച്ച് നോക്കിയേ. ശത്രുരാജ്യം യുദ്ധം ചെയ്യാൻ വന്നിരിക്കുകയാണ്. വരുന്ന സമയത്ത് രാജാവിന്റെ മകനും മാത്രമേ ആയുധമുള്ളൂ. ബാക്കിയുള്ള പടജനെല്ലാം വസ്ത്രമൊക്കെ ഇട്ടിട്ടുണ്ട്, യുദ്ധം ചെയ്യാൻ പോവുക. കാരണം എന്താ ശത്രു ചെയ്തെന്ന് വെച്ചാൽ ആയുധം ഉണ്ടാക്കുന്നവരെല്ലാം അവര് പിടിച്ചോണ്ട് പോയി. അപ്പൊ ആയുധമില്ല യുദ്ധം ചെയ്യണം. എന്താ നമ്മുടെയൊക്കെ ആയുധം എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഒന്ന് ദൈവത്തിന്റെ വചനം തന്നെ ആയുധം. 2 പരിശുദ്ധാത്മാവിന്റെ അഭിഷേകവും കൃപാവരങ്ങളും നമ്മുടെ മേൽ പറഞ്ഞു, ഇത് ആയുധമാണ്. നമ്മൾ പറയാണ്, നമ്മൾ പോകുന്ന സഭയില് ആകപ്പാട് 2 പേരുടെ ആയുധമുള്ളൂ. പക്ഷെ ഞങ്ങൾ യുദ്ധത്തിന് ഞങ്ങളൊക്കെ ഉടുപ്പൊക്കെ ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ, ഞങ്ങളൊക്കെ അവരുടെ കൂടെ നിൽക്കുകയാണ്. ഇതാണ് നമ്മുടെ അവസ്ഥ. അങ്ങനെയാണെങ്കിൽ നമ്മൾ യുദ്ധം ചെയ്ത് നമ്മൾ ജയിക്കുമോ? ജയിക്കോ? ഹല്ലേലൂയ. നമ്മൾ വ്യക്തിപരമായി നമ്മളെല്ലാവരും ഒരു സഭയാണെന്ന്, നമ്മൾ ഒറ്റ കൂട്ടത്തിൽ നിൽക്കുമ്പോൾ സഭയാണ്, നമ്മൾ വ്യക്തിപരമായ സഭ. കാരണം ദൈവത്തിന്റെ മന്ദിരമാണ് നമ്മുടെ ശരീരം, ദൈവത്തിന്റെ ആത്മാവ് നമ്മൾ വസിക്കുന്നുണ്ടെന്ന്. പക്ഷെ നമ്മളിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ കൃപാവരങ്ങളോ കൃപകളോ ഒന്നുമില്ല, അഭിഷേകമില്ല, വചനമില്ല. എന്നിട്ട് നമ്മൾ പറയുന്നത് ദൈവത്തിന്റെ മന്ദിരമാണെന്ന്. ഇത് മന്ദിരമായിട്ട് കണക്കാക്കാൻ പറ്റുമോ? ഇത് ആലയമായിട്ട് കണക്കാക്കാൻ പറ്റുമോ? ദൈവത്തിന്റെ ആത്മാവ് നമ്മൾ വസിക്കുന്നെങ്കിൽ, ആത്മാവിന്റെ എന്തെങ്കിലുമൊക്കെ നമ്മളിൽ ഉണ്ടെങ്കിൽ അത് ആത്മാവ് വസിക്കുന്നത് നമ്മൾ തിരിച്ചറിയും. ഇപ്പൊ ഇവിടെ എന്റെ വീട്ടിലിപ്പം സാമൂസിന്റെ വീട്ടിൽ നിങ്ങളുടെ വീടാ, അത് നിങ്ങളുടെ വാസം ചെയ്യുമ്പോഴേ നിങ്ങൾ അതിന്റെ ഉള്ളതിന്റെ ഹല്ലേലൂയ ആ സ്വഭാവങ്ങൾ അവിടെ പ്രതിഫലിക്കത്തുള്ളൂ. നിങ്ങൾ പൂട്ടിയിട്ടിട്ട് ഇപ്പൊ അമേരിക്കയിൽ പോകുമ്പോഴത്തേന് നിങ്ങളുടെ വീടാ, അതിനകത്ത് നിങ്ങളുള്ളതിന്റെ കണക്ക് പെരുമാറാൻ പറ്റുമോ? അതപ്പോ എംറ്റിയാണ്. ഹല്ലേലൂയ. അതുപോലെ വരുന്ന പേര് പറയാം, അഡ്രസ്സിൽ പറയാം, ഓ ദിസ് ഇസ് റെസിഡൻസ് ഓഫ് ഹോളി സ്പിരിറ്റ് എന്ന് പറയും. പക്ഷേങ്കില് അവൻ ശരിയായ രീതി ഒരു ആലയമാകണമെങ്കിൽ, മന്ദിരമാകണമെങ്കിൽ, ഹല്ലേലൂയ, ആ വസിക്കുന്ന ആള് അതിനകത്ത് വെളിപ്പെട്ട് കാണണം. ഞാൻ പറയും ഉണ്ടായിരുന്നു കേട്ടോ, ഇപ്പൊ ഇല്ല കേട്ടോ, അവർ പുറത്തു പോയേക്കുക, ഇപ്പൊ അത് വെറുതെ അടച്ചിട്ടേക്കെന്ന് പറയും. നമ്മൾ ഹല്ലേലൂയ. അതുപോലെ നമ്മൾ ആയുധമില്ലാത്തവരാണോ? ആയുധമുണ്ടോ? നമ്മളെ മേൽ പകരപ്പെട്ടെന്ന കൃപകളും കൃപാവരങ്ങളും ഹല്ലേലൂയ, അത് പലപ്പോഴും നമ്മുടെ മേൽ ദൈവം പകർന്നിട്ടുണ്ട്. അപ്പൊ തിമോത്തിയോസിന് ലേഖനം എഴുതുന്ന പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, അപ്പൊ എന്റെ കൈവെപ്പിനാ നിനക്ക് ലഭിച്ചത് നീ ജ്വലിപ്പിക്കണം. നമ്മുടെ മേൽ നേരം പകർന്നിരിക്കുന്നത് നമുക്ക് ഉത്തരവാദിത്വമുണ്ട് അതിനെ ജ്വലിപ്പിക്കാൻ, ഊതി കത്തിക്കുക. അതിനെ തേച്ച് മിനുക്കി പോളിഷ് ചെയ്ത് വെക്കുക. നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്ന വാള് ദൈവത്തിന്റെ വചനം എന്ന വാള് അതെപ്പോഴും മിനുക്കി വെക്കുക എന്നുള്ള നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. നമ്മുടെ മേൽ പകരപ്പെട്ട കൃപകളും കൃപാവരങ്ങളും അത് അഭിഷേകമാണ്, അത് അധികാരമാണ്. ഇത് നമ്മുടെ മേൽ പകരപ്പെട്ട അത് നമ്മൾ ഉപയോഗിക്കുന്നു ഇല്ലയോ എന്നുള്ളതിനെക്കാട്ടി കൂടുതൽ അതിനെ ഓരോ ദിവസവും നമ്മൾ അതിനെ ആളി കത്തിക്കണം. ഊതി 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 കത്തിച്ച് ആ ഒരു ലെവലിലേക്ക് കൊണ്ടുവരണം. എന്നാൽ മാത്രമേ ഇത് ഹല്ലേലൂയ. നമ്മുടെ സഭയിൽ ഇപ്പൊ നമ്മൾ പറയാം, നമ്മൾ 2 പേർക്ക് ആപ്പാട് 2 പേർക്ക് ഈ കൃപകളുള്ളൂ. നമുക്ക് 2 പേർക്ക് അഭിഷേകമുള്ളൂ. നമ്മൾ ഈ പ്രാർത്ഥന തുടങ്ങിയത് തന്നെ നമ്മൾ ഏറ്റെടുത്ത് നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. നമ്മൾ 4 വർഷമാകാൻ പോകുന്ന ഈ പ്രാർത്ഥന തുടങ്ങിയിട്ട് കേട്ടോ. ഹല്ലേലൂയ. ഈ ജൂൺ മാസം 4 വർഷമാവും. ഈ 4 വർഷമാകുമ്പോൾ ഈ പ്രാർത്ഥനയ്ക്ക് ജോയിൻ ചെയ്യുന്ന സമയത്ത് ഓരോരുത്തരുടെയും മേലുള്ള അഭിഷേകത്തിന്റെ തലം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് എത്ര ഉണ്ടായിരുന്നു. ഇപ്പൊ നിങ്ങളൊക്കെ ഹല്ലേലൂയ എത്രത്തോളം അതിനകത്ത് അഭിഷേകം പ്രാപിച്ച് വളർന്നു എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇതെന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മൾ ഇതിനെ ആളി കത്തിക്കാൻ ഉള്ള തീയായി ചാരം മൂടി കളയാതെ അതിനെല്ലാ ദിവസവും ഊതി കത്തിക്കാനായിട്ട് തീരുമാനം എടുത്ത്
അതിങ്ങനെ അത് നിങ്ങൾ ഇത് കത്തുമ്പോൾ ഇതെന്താ സംഭവിക്കുക വെച്ചാൽ നിങ്ങൾ ഒരിടത്ത് ചെന്ന് പ്രാർത്ഥിക്കുക, നിങ്ങളെ സഭയിലേക്ക് കടന്നു പോകുമ്പോൾ, നിങ്ങളൊരു കൂട്ടായ്മയിലേക്ക് കടന്നു പോകുമ്പോൾ, നിങ്ങൾ ഒരിടത്ത് ചെന്നേക്കുക, നിങ്ങളിലുള്ള അഭിഷേകം നിങ്ങൾ അറിയാതെ അവിടെ ജ്വലിക്കാൻ തുടങ്ങും, കത്താൻ തുടങ്ങും. ഇത് കത്തുമ്പോൾ അടുത്ത് നിൽക്കുന്നവർക്ക് ഇത് പകരപ്പെടാൻ തുടങ്ങും. ഇതൊന്നും നമ്മൾ ചിലപ്പോൾ അറിയുന്നില്ല. ഹല്ലേലൂയ. പക്ഷെ നമ്മൾ ഇത് പകരം ഇത് അങ്ങനെ അനേകരെ നിങ്ങൾ ഇതിനു വേണ്ടി കത്തിക്കാനായിട്ട് അല്ലെ ഉരുക്കാനായിട്ട് നിങ്ങളെ കൊണ്ട് സാധിക്കുന്നുണ്ടാകും. നിങ്ങൾ ഇത് കത്തിയില്ലേ, നിങ്ങൾ എങ്ങനെ കത്തിക്കുന്നേ? വിശ്വസിക്കുന്ന ഉള്ളിൽ തിരുവഴുത്ത് പറഞ്ഞ ജീവജലത്തിന്റെ നദികൾ ഒഴുകുമെന്ന് പറയും. ഇത് ഒഴുകണമെങ്കിൽ നിറയണ്ടേ? നിറഞ്ഞു കവിഞ്ഞാലും ഒഴുകത്തുള്ളൂ അല്ലേ? ഒരു ഗ്ലാസ്സിൽ വെള്ളം ഒഴിച്ചാൽ അതിനെ 1/4 ഗ്ലാസ് എത്തിയുള്ളെങ്കിൽ ഇത് ഒഴുകുമെന്ന് പറയാൻ പറ്റും? ഇല്ല, അത് നിറഞ്ഞ് തുളുമ്പുമ്പോഴേ ഒഴുകത്തുള്ളൂ, ഒഴുകാൻ തുടങ്ങത്തുള്ളൂ. ഇത് നമ്മൾ ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ കാണുന്നുണ്ട് ഹല്ലേലൂയ ശൗലിനെയും യോനാഥനെ. പക്ഷെ അവിടെ നമ്മൾ യോനാഥൻ എന്താ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ പറഞ്ഞു കണക്ക് തന്നെ യോനാഥൻ പറയാണ് ഹല്ലേലൂയ, വാ നമുക്ക് പുറപ്പെട്ടാണ്. 14 അധ്യായത്തിൽ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ 6-ാം വാക്യം പറയുന്നത്, യോനാഥൻ തന്റെ യാതൊരുവാകനെ വാലേ തന്നെ വരിക, നമുക്ക് ഈ അഗ്രശമേൽ പട്ടാളത്തിൽ നേരെ ചെല്ലാം, പക്ഷേ യഹോവ നമുക്ക് വേണ്ടി പ്രവർത്തിക്കും, അധികം കൊണ്ടോ അല്പം കൊണ്ടോ രക്ഷിപ്പാൻ യഹോവയ്ക്ക് പ്രയാസമില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ആയുധവാഹനം നിന്റെ മനസ്സ് പോലെ അതിനെ ചെയ്ത് എന്ന് പറഞ്ഞിട്ട് യോനാഥാൻ ഹല്ലേലൂയ അവന്റെ മുമ്പിൽ നിന്നിട്ട് ഉള്ളതും കൊണ്ട് മുന്നോട്ട് പോകാനായിട്ടൊരു ഹല്ലേലൂയ ഒരു തീരുമാനം എടുക്കുന്നിട്ട് ദൈവം ഉള്ളത് കൊണ്ട് അല്പം കൊണ്ടോ അധികം കൊണ്ടോ ഹല്ലേലൂയ അത് പ്രവർത്തിക്കാൻ ദൈവത്തിന് കഴിയും. അപ്പൊ നമ്മൾ ഒരാൾ ഇതുണ്ട് നമ്മൾ അത് കൊണ്ടിട്ട് മാറിയിരിക്കാതെ, നമ്മുടെ കൂടെയുള്ളവരെ കുറ്റം പറയാതെ, പരിഹസിക്കാതെ അവരിലേക്ക് കൂടെ അവരെ ബലപ്പെടുത്തിയിട്ട് ഇതും കൊണ്ട് മുന്നിൽ നിന്ന് യുദ്ധം ചെയ്യാൻ തീരുമാനിക്കണം. അങ്ങനെ തീരുമാനിക്കും. ശത്രുവിനോട് യുദ്ധം ചെയ്യാൻ തീരുമാനം നമ്മുടെ പിന്നിലാണ് ഇതിപ്പോ ആയുധം ഇല്ലാത്തവരാണെങ്കിൽ എന്ത് ചെയ്യണം? ദൈവമേ ഇത് ലഭിക്കണമേ എന്ന് പറഞ്ഞു. അതുപോലെ നമ്മളിലുള്ള ഇതൊക്കെ നമ്മളവിടെ നമ്മളിലുള്ള ദൈവം പകർന്നിട്ടുള്ളത് നമ്മളവിടെ പ്രയോജനപ്പെടുത്താൻ തീരുമാനിക്കും. മറ്റുള്ളവരിലേക്ക് അത് അത് ആഗ്രഹിക്കാനും അവരത് പ്രാപിക്കാനും കാരണമാകും. അപ്പൊ ഇത് നമ്മൾ വന്നേക്കുന്ന മെസ്സേജ് മാറിപ്പോകുന്നത് അല്ല, അത് നമ്മുടെ ഉള്ളിൽ തന്നെ എന്താണ്? കർത്താവിന്റെ പേര് ഏറ്റവും അടുത്തിരിക്കുന്നുണ്ട്. നമ്മൾ ഒരുക്കമുള്ളവരായിരിക്കണം, നമ്മൾ അനേകരെ ഒരുക്കണം. ഈ 2 ഉത്തരവാദിത്വം നമുക്കുണ്ട്. പക്ഷെ ശത്രു ഇതിനെ തടസ്സമായിട്ട് പലതും നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരുമ്പോൾ ഇതിനെ തിരിച്ചറിഞ്ഞ് നമ്മൾ ഇതിനെ നമ്മൾ ജയിക്കുന്നത് എങ്ങനെ? അപ്പൊ ഒന്ന് നമ്മുടെ ആഹാരത്തെ നശിപ്പിച്ചു കളഞ്ഞാൽ നമ്മളത് എങ്ങനെ പ്രാപിക്കാൻ പറ്റും എന്നുള്ളത്. രണ്ടാമത് നമ്മൾ പറഞ്ഞ അപ്പൊ ശത്രു നമ്മുടെ ആയുധങ്ങൾ ഉണ്ടാക്കാനായിട്ടുള്ള എല്ലാവരും പിടിച്ചോണ്ട് പോയി. നമുക്ക് ആയുധങ്ങളേ ഇല്ല. നമ്മൾ വെറുതെ ആയുധമില്ല, ആയുധമൊന്നുമില്ല, എന്ത് ചെയ്യാൻ, നമുക്ക് കിടന്നുറങ്ങാം എന്ന് വിചാരിച്ചിരിക്കും. കാരണം ഇന്നത്തെ കാലത്ത് എന്നല്ല, നമ്മൾ പുതിയ നിയമ ഇസ്രായേലിന് ദൈവം തന്നിരിക്കുന്ന ഒരുപാട് പ്രിവിലേജ് ഉണ്ട്. ഒന്ന്, നമുക്ക് പരിശുദ്ധാത്മ നമ്മുടെ ഉള്ളിൽ തന്നിട്ടുണ്ട്. ഈ ആത്മാവ് നമ്മളെ സകല സത്യത്തിലും വഴി നടത്തും. സകലതും നമുക്ക് ഉപദേശിച്ചു തരും, സകലതും നമുക്ക് വിവേചിച്ചു തരും. ദൈവത്തിന്റെ ആത്മാവ് അത് ജ്ഞാനത്തിന്റെ ആത്മാവ്, പരിജ്ഞാനത്തിന്റെ, വിവേകത്തിന്റെ ആത്മാവ്, ആലോചനയുടെ ആത്മാവ്, ഭക്തിയുടെ ആത്മാവ്, ഇങ്ങനെ ദൈവത്തിന്റെ ആത്മാവ് ആ ഫുൾനെസ് ഓഫ് ഹോളി സ്പിരിറ്റ് നമ്മൾ നിൽക്കുമ്പം നമുക്ക് മറ്റൊരാളെ എനിക്ക് ഉപദേശിച്ചു തരാൻ ഉണ്ടായിരുന്നില്ല കേട്ടോ സിസ്റ്ററെ, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ആയിപ്പോയി. അല്ലെ എനിക്ക് നല്ല വചനം കിട്ടാനുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ആയിപ്പോയി. അല്ലെ എന്നെ ആരും ഗൈഡ് ചെയ്യാനുണ്ട്, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ, അങ്ങനെ പറയാൻ നമുക്ക് അവസരമില്ല, ചാൻസ് ഇല്ല. കാരണം സകല ജ്ഞാനത്തിന്റെ ഉറവിടമായ പരിശുദ്ധാത്മ നമ്മളിൽ ഇരിക്കുമ്പം ആ ആത്മാവ് നമ്മൾക്ക് സകലത് ഉപദേശിച്ചു തരുമ്പോൾ അപ്പൊ നമുക്ക് ഇത് പറഞ്ഞുകൊണ്ട് മാറിയിരിക്കാൻ കഴിയത്തില്ല. നമ്മള് ഭക്ഷണമൊക്കെ നമ്മുടെ എന്താ പറയാ, പല ഓൺലൈൻ സൈറ്റുകളും നമ്മൾ ഇന്ന് ഓർഡർ ചെയ്ത്, തലഭാത്താണെങ്കിലും മറ്റോ എന്താ പറയാ, പല പല സാധനങ്ങളുണ്ടല്ലോ, അതിലേക്ക് ഓർഡർ ചെയ്താൽ വീട്ടിൽ ഡെലിവറി ചെയ്യുന്ന വിചാരിച്ചിട്ട് ഇത് ആരും ഡെലിവറി ചെയ്യാൻ വേണ്ടി നിങ്ങൾ നോക്കിയിരിക്കല്. ഇത് സ്വന്തമായിട്ട് കണ്ടെത്തി സ്വന്തമായിട്ട് ഉണ്ടാക്കി തന്നെ കഴിക്കാൻ ശ്രമിക്കണം. ഡെലിവറി ചെയ്യുന്നതൊക്കെ കഴിച്ചാൽ പലപ്പോഴും നമ്മൾ ഓൺലൈൻ വഴിയൊക്കെ ഓർഡർ ചെയ്തൊക്കെ വാങ്ങിച്ച് പല റെസ്റ്റോറൻറ്റ് ഫുഡൊക്കെ ഡെലിവറി ചെയ്ത് വാങ്ങിച്ച് കഴിക്കുന്ന സമയത്ത് പലപ്പോഴും നമ്മുടെ വയറിനൊക്കെ അസ്വസ്ഥത ഉണ്ടാക്കി നമ്മുടെ ശരീരത്തിന് ദോഷം ഉണ്ടാക്കുകയും ചെയ്യുന്നത്. വല്ലവരും കുക്ക് ചെയ്തൊക്കെ എടുത്ത് കഴിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അതൊക്കെ നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ ആത്മമനുഷ്യന് ചിലപ്പോൾ കുറച്ചൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. ആ സമയത്ത് നമ്മൾ സ്വന്തമായിട്ട് കഞ്ഞിയാണെങ്കിൽ ആദ്യമേ കഞ്ഞി ഉണ്ടാക്കി പിന്നെ ഓരോന്നൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി എടുത്തിട്ട് നമ്മൾ കഴിക്കുകയാണെങ്കിൽ അതെപ്പോഴും നമ്മുടെ ശരീരത്തിന് ഗുണം ചെയ്യത്തേ ഉള്ളൂ. ഞാൻ പറയുന്ന മലയാളം തന്നെ അല്ലേ, എല്ലാവർക്കും ഒരു മുഖത്തൊക്കെ ഒരു രാവിലെ വെളുപ്പാൻ നേരത്തെ വിളിച്ചിരുത്തിയിട്ട് മിനിസിസ്റ്റർ ചെയ്താൽ നല്ല കാര്യങ്ങൾ പറഞ്ഞിടേ എന്നാണ് ചിന്തിക്കുന്നത്, ഹല്ലേലൂയ, സ്തോത്രം, ആമേൻ, ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട കേട്ടോ.
ഹല്ലേലൂയ. അവിടെയൊക്കെ നമ്മൾ അവിടെ ദൈവസന്നിധിയിൽ ചെന്ന് നിൽക്കേണ്ടവരാണ് നമ്മൾ. ദൈവം നമ്മൾ എല്ലാത്തിനും ചോദ്യം ചെയ്യും. നമ്മളിപ്പോൾ ആയിരിക്കും, നമ്മളിപ്പോൾ സംസാരിക്കും, നമ്മൾ ചെയ്യുന്നത്, നമ്മൾ സകല ദൈവസന്നിധി നമ്മൾ മറുപടി കൊടുക്കേണ്ടി വരും. ഓരോ കാര്യങ്ങളും അവിടെ ചെല്ലുമ്പോൾ ഇങ്ങനെ എല്ലാരും പറഞ്ഞു കേട്ടു, ടി വി സ്ക്രീനിലൊക്കെ തെളിഞ്ഞു വരുന്ന കണക്ക് ഈ സമയത്ത് 2024 ഏപ്രിൽ മാസം 17-ാം തീയതി രാവിലെ ഇവിടുത്തെ 3:15 മിനി എന്ത് ചെയ്യാന്ന് ചോദിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കാണിക്കും. ഇതുപോലെ ഓരോ സമയം ബൈ സെക്കൻഡ് ബൈ മിനിറ്റ് ബൈ മിനിറ്റ്, അവേഴ്സ് ബൈ അവേഴ്സ് ആയിട്ട് ഹല്ലേലൂയ നമ്മൾ ചെന്ന് നിൽക്കുമ്പോൾ നമ്മുടെ ജീവിതം ഇങ്ങനെ പോകും. നമ്മളൊക്കെ കാണാറില്ലേ ചില ആൾക്കാരെ കുറിച്ച് ഡോക്യുമെന്ററി ഒക്കെ ചെയ്യുമ്പോൾ അവർ ജനിച്ചത് തുടങ്ങി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ ഡോക്യുമെന്ററി കാണുന്ന കണക്ക് നമ്മുടെയൊക്കെ ഡോക്യുമെന്ററി അവിടെ ഇപ്പോൾ റെക്കോർഡഡ് ആണെന്ന്. ആ സമയത്തൊക്കെ നമ്മൾ ഇവിടെ ആയിരിക്കും എന്തൊക്കെ ചെയ്ത് നിങ്ങളെ ഞാൻ ആക്കിയത്. ഏതൻ തോട്ടത്തിൽ ദൈവം എന്തിനാ ആദാമിനെ ഹവ്വനെ ആക്കിയെന്ന് ചോദിച്ചു കഴിഞ്ഞാല് തോട്ടം സൂക്ഷിപ്പാനും ഹല്ലേലൂയ അവിടെ പറയുന്ന കണക്ക് ഹല്ലേലൂയ അവരവിടെ സന്താന പുഷ്ടികളെ പെറ്റുപെരുകാനൊക്കെയാണ്. പക്ഷെ അവിടെ അവരതിലൊന്നും ഫോക്കസ് ചെയ്യാതെ ശത്രുവിന്റെ തന്ത്രത്തിന് വീണുപോയി. അതുപോലെ നമ്മൾ ഇവിടെ ആക്കി വെച്ചിരിക്കുന്നതിൽ ഡൈവേർട്ട് ആക്കി പിശാചി പലപ്പോഴും നമ്മളെ ബിസിയാക്കി പലതും കൊണ്ട് നമ്മുടെ മുമ്പിലേക്ക് ഇട്ട് തരും. ഒന്ന് നമ്മുടെ ജീവിതത്തെ കുറിച്ചുള്ള ചിന്തകളാണ്. അമിതമായ ചിന്തകൾ നമ്മുടെ ഉള്ളിലേക്ക് ഹല്ലേലൂയ പലവിധ ഭാരങ്ങളാക്കി കൊണ്ടിട്ട് തരും. അല്ലെ മറ്റെന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമ്മൾ ബിസിയാക്കും. ഇപ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ ആലോചിക്കാറുണ്ട് ഹല്ലേലൂയ. എനിക്ക് ഈ ഇപ്പോഴത്തെ കാലത്ത് ഒരു ഇതാണ് നമ്മുടെയൊക്കെ എന്റെയൊക്കെ സമയം തുടങ്ങി. പക്ഷെ പണ്ടത്തെ ആൾക്കാർക്ക് അത്ര ഇതുണ്ടായിരുന്നു എനിക്കറിയത്തില്ല. അല്ലെ ഇന്നിപ്പോ നമ്മള് സാധാരണ പണ്ടൊക്കെ ആൾക്കാർക്ക് മക്കളെയൊക്കെ കെട്ടിച്ചു വിട്ട് അവിടെ കൊണ്ട് തീർന്നു. അല്ലെ ഒരു ഉത്തരവാദിത്തം. പിന്നെ ഒരു വീട്ടിലേക്ക് വരുമ്പോൾ അല്ലെ പ്രസവത്തിനായിട്ട് അങ്ങനെ എന്തെങ്കിലും കുറച്ച് കാര്യങ്ങൾ. പക്ഷെ ഇന്നിപ്പോ കെട്ടിച്ചു വിട്ടാലൊന്നും ഉത്തരവാദിത്തം തരുന്നില്ല. പിന്നെ അവരുടെ സകല കാര്യങ്ങളും നമ്മുടെ തലയിൽ കൂടെ കയറി പറഞ്ഞ് പോകുന്നതൊക്കെ നമ്മളും എല്ലായിടത്തും നമ്മൾ തലയിൽ വെക്കുകയാണ്. അതുകൊണ്ട് എന്താന്ന് വെച്ചാൽ ഹല്ലേലൂയ അവരെ അങ്ങനെ നമ്മൾ എക്യുപ്ഡ് ആക്കി വെച്ച് അങ്ങനെ ഒരു സിസ്റ്റത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് നമ്മൾ ഒരിക്കലും ഫ്രീ ആകുന്നില്ല. ഈ സിസ്റ്റമൊക്കെ മാറണം. അവരൊക്കെ സ്വയം പര്യാപ്തരാണ്. ഹല്ലേലൂയ അവർക്കൊക്കെ സ്വന്തമായിട്ട് ഒരു കുഞ്ഞിനെ ജനിപ്പിക്കാൻ പറ്റുമെങ്കിൽ ആ കുഞ്ഞിനെ വളർത്താനായിട്ടുള്ള കഴിവ് ദൈവം കൊടുത്തിട്ടുണ്ടെന്നേ. അത് അവരുടെ ഉള്ള കഴിവുകളെ പുറത്തെടുക്കാൻ വേണ്ടി നമ്മൾ അവരെ അനുവദിക്കുന്നില്ല. നമ്മളിപ്പോഴും അവരെ പഴയ പോലത്തെ നമ്മുടെ കുഞ്ഞു ബേബികളെ കണക്ക് ഇപ്പോഴും അവരെ പാമ്പർ ചെയ്തുകൊണ്ടിരിക്കുക. ഇവിടെയൊക്കെ നമ്മൾ ഇതൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തെ ഹല്ലേലൂയ പലയിടത്തും കുടുക്കി കളയുമ്പോൾ ഹല്ലേലൂയ ദൈവം നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തിയത് എന്റെ അമ്മ വളർത്തി. പക്ഷേ ഞാൻ പറയാം പക്ഷെ നമ്മൾ അതിനെക്കാട്ടൊക്കെ മറ്റുള്ളവരൊക്കെ നിൽക്കുക നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങൾക്കൊക്കെ എല്ലാവരുടെയും കുഞ്ഞുങ്ങളെ വളർത്താനായിട്ട് നിങ്ങളുടെ അമ്മമാരോ അപ്പന്മാരോ അല്ലെങ്കിൽ എന്താ പറയാ മറ്റുള്ളവരോ ബന്ധുക്കളോ ഒന്നും വന്നിട്ടില്ല വളർത്തിയത്. നിങ്ങളൊക്കെ സ്വയം വളർത്തിയതായിരിക്കും. ചിലപ്പോൾ സഹായിച്ചിട്ടുണ്ട്. പക്ഷേ എന്നിട്ട് ഫുൾ ടൈം അങ്ങനെയൊന്നും ആയിരുന്നു കാണത്തില്ല. പക്ഷേ ഇന്ന് നമ്മളൊക്കെ ഞാനുണ്ട് എന്റെ മോളോടൊക്കെ ഇപ്പോഴേ പറയും ഞാൻ വരത്തില്ലെന്ന് പറയുക. ഹല്ലേലൂയ കാരണം വെച്ച് കഴിഞ്ഞാല് ഉത്തരവാദിത്തങ്ങളൊക്കെ നന്നായി ചെയ്തിട്ട് വീണ്ടും ആവശ്യമില്ലാത്ത ഉത്തരവാദിത്തങ്ങൾ എടുത്ത് നമ്മുടെ തലയിലേക്ക് വെക്കരുത്. അത് പലപ്പോഴും നമുക്ക് ദൈവം തന്നെ ഉത്തരവാദിത്തം നമുക്ക് ചെയ്യാൻ കഴിയത്തില്ല. ദൈവത്തിനോട് ഞാൻ പറയുക കർത്താവ് എന്റെ മോടെ കൊച്ചിനെ നോക്കാനുണ്ട്, അതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റില്ല എന്ന് പറയും. കർത്താവ് നിന്റെ ഉത്തരവാദിത്തം അല്ല നിന്റെ മോടെ കൊച്ചിനെ നോക്കാന്ന് പറയും. അങ്ങനെ തന്നെ പറയും. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ദൈവം തന്ന ഉത്തരവാദിത്തം നമ്മുടെ കുഞ്ഞുങ്ങളെ നോക്കണമെന്നാണ്. അവരുടെ ഉത്തരവാദിത്തം അവരുടെ കുഞ്ഞുങ്ങളെ നോക്കുക, അന്ന് അതിനെ പഠിപ്പിക്കുക, അന്ന് അതിനെ വളർത്തുക എന്നൊക്കെയുള്ളത്. പലപ്പോഴും നമ്മൾ ഇതൊക്കെ പറഞ്ഞിട്ടാണ് ഞാനിപ്പോ ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞതല്ല, ആരെയും ഇതാക്കി പറഞ്ഞതല്ല, ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാൽ കഴിഞ്ഞ സെക്രട്ടറി സാറാബോസിന്റെ ഒരു സങ്കടം ഇങ്ങനെ പോകാൻ മനസ്സുമില്ല. പക്ഷെ പോകണമല്ലോ എന്ന കാലം ചിരിച്ചു കണ്ടപ്പോ ഞാൻ അതിങ്ങനെ ഓർത്തിരുന്നുണ്ട്. ഹല്ലേലൂയ കാരണം വെച്ചാൽ അതുകൊണ്ടാണ് നമുക്ക് എന്താ പറയുക ചില കാര്യങ്ങൾ ദൈവം നമുക്ക് പ്രേരിപ്പിക്കുക ദൈവഹിതമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും ഞാൻ പറയാം ഭയങ്കര സന്തോഷമുണ്ട് അതിനകത്ത്. നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഭയങ്കര സന്തോഷത്തോടെ അത് ചെയ്യാൻ പറ്റും. ഹല്ലേലൂയ അല്ലാതെ ഞെരുങ്ങിക്കൊണ്ട് ഹല്ലേലൂയ വേണോ വേണ്ട എന്നുള്ള ചിന്തയിലോ ഡബിൾ മൈൻഡിലോ ഒക്കെ നമ്മൾ ആയിരിക്കും. നമുക്കറിയാതെ ദൈവഹിതപ്രകാരം അല്ല എന്ന് നമുക്കറിയാം. നമ്മൾ പലപ്പോഴും പല ആലോചന ഞാൻ പലപ്പോഴും പറയുന്നത് നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യണോ വേണ്ടായോ ഒന്നും മനസ്സിലൊരു ക്വസ്റ്റ്യൻ വന്നാൽ തന്നെ അത് ദൈവഹിതമല്ല. ദൈവഹിതമാണെങ്കിൽ ക്വസ്റ്റ്യനെ വരത്തില്ല. നമ്മൾ അതങ്ങ് ചെയ്യും. ഹല്ലേലൂയ എന്താന്ന് വെച്ചാൽ അത് അങ്ങനെയാണ് പരിശുദ്ധാത്മ നമ്മളെ ഗൈഡ് ചെയ്യുന്നത്. ഹല്ലേലൂയ ഡൈവേർട്ടായി ഞാൻ പോകുന്നില്ല. ഹല്ലേലൂയ പക്ഷെ ഇന്ന് നമ്മൾ ഈ പ്രഭാതത്തിൽ ഹല്ലേലൂയ ഇതിപ്പം നമ്മൾ ഒരു ചെറിയൊരു ചിന്തയായിട്ട് തന്നെ പറയാം. ഈ പ്രഭാതത്തിൽ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. ദൈവം നമ്മളെ ഹല്ലേലൂയ നമ്മളെ കുറിച്ച് നമ്മളെ വിളിച്ചത് എന്തിനാണ്? ഇതുവരെ നമ്മൾ ചോദിച്ചിട്ടെങ്കിൽ ചോദിക്കണം. നമ്മളെ ഏൽപ്പിച്ച ജോലി എന്താണ്? അത് നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അത് ചെയ്യാൻ ശ്രമിക്കണം. നമുക്ക് അതിനുവേണ്ടി നമ്മൾ എവിടെയാണ് നമ്മുടെ പോരായ്മ കണ്ടെത്തണം, അതിനെ നമ്മൾ പരിഹരിക്കണം. എന്താണോ നമുക്ക് വേണ്ട, ആഹാരമില്ലേ, ആഹാരം നമ്മൾ നമ്മുടെ
ദൈവം തന്നിട്ട് ഈ വചനം നമ്മുടെ കയ്യിലുള്ളപ്പോൾ നമുക്ക് ആഹാരം കിട്ടിയില്ലെന്ന് പറയാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. നമുക്ക് നല്ല വചനം കിട്ടിയില്ലെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ഇത് നമ്മുടെ കയ്യിലുണ്ട്. നമ്മൾ തുറന്ന് വായിച്ചാൽ ഹല്ലേലൂയ അതിനകത്ത് ഹല്ലേലൂയ അതിൽ എന്ത് മറഞ്ഞിരിക്കുന്ന മർമ്മമാണെങ്കിലും ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരും. നമ്മൾ മനസ്സ് വെച്ചാ ദൈവം നമുക്ക് പൊഴിച്ചു തരും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ഞാൻ. ബൈബിളിനെ കുറിച്ച് ഒരു ബോധവും ഇല്ലാത്തൊരു വ്യക്തി എന്ന് പറയുന്നത്. വിശ്വാസം വന്ന ശേഷം ആദ്യമായിട്ട് ഇതെടുത്ത് കൈകൊണ്ട് തൊടുന്നും വായിക്കുന്നതൊക്കെ അതാണ് അതിന്റെ. അപ്പം അങ്ങനെ അടുത്തത് നമുക്ക് എന്താണ് നമ്മുടെ ശത്രു നമ്മളോട് യുദ്ധം ചെയ്യാൻ വരുമ്പോൾ നമ്മൾ പരാജയപ്പെടുന്നുണ്ടോ? നമ്മൾ ആയുധങ്ങളില്ലേ? നമ്മൾക്ക് അതിന് പോരാടാൻ പറ്റുന്നില്ലേ? എന്താ അത് നമ്മൾ ദൈവത്തോട് ചോദിച്ചാൽ ദൈവം പൊഴിച്ചു തരികയാണ് ചെയ്യും. ഒന്ന് ചോദിച്ചാൽ 10 തരം ദൈവം. ബാക്കിയുള്ള ഈ ലോകത്തിന്റെ കാര്യങ്ങളായിരിക്കും കുറച്ചൊക്കെ പെൻഡിങ് വരുന്നത്. പക്ഷെ ദൈവത്തിന്റെ കാര്യം, ആത്മീയമായ കാര്യങ്ങൾ നമ്മൾ ഒന്ന് ചോദിച്ച ദൈവം 10 തരും. ഒരു പാട്ട് എഴുതണമെന്ന് ചോദിച്ചപ്പോ 24 10 പാട്ട് എഴുതിച്ച ദൈവത്തിന് അന്ന് ദൈവം എന്നെ അടുത്ത് നിനക്ക് എന്തെങ്കിലും തരാനായിട്ട് എനിക്ക് ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടോ? എന്നോട് ചോദിച്ചതാ. അന്ന് ഞാനിങ്ങനെ ഫൈനാൻഷ്യലി തന്നെ അപ്പൊ അന്ന് ചോദിച്ചതാ, നിനക്കിപ്പോ ഒരു മില്യൺസ് തരാനായിട്ട് എനിക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഞാൻ ഇല്ല കർത്താവ്. അപ്പൊ ഞാൻ ചേരുന്നില്ലെങ്കിൽ അതിന് എനിക്കൊരു പർപ്പസ് ഉണ്ടാകാതെ തരാത്തെന്ന് പറഞ്ഞു. അന്ന് കർത്താവ് എനിക്കത് മനസ്സിലാക്കുന്ന പാട്ട് ചോദിച്ചപ്പം 10 ഇങ്ങനെ. പിന്നെ ഇപ്പോഴും എന്താ പറയുക, ഇങ്ങനെ വന്നുകൊണ്ടേ നമ്മൾ എപ്പോ എഴുതാം. അതുപോലെ തന്നെ ഒരു കലാപരം ഒരു ബോധമില്ല അതിനെ കൊണ്ട് ചില ലേഖനങ്ങൾ ആർട്ടിക്കിൾസ് എഴുതിച്ചു. ദൈവം വചനം തരുന്നു, ഇതെല്ലാം തരുന്നു. കാരണം ആത്മീയമായി നമ്മൾ എന്ത് ചോദിച്ചാൽ, ഏത് കൃപാവരങ്ങൾ നിങ്ങൾ ചോദിച്ചോ അത് നിങ്ങളിൽ അത് വെളിപ്പെട്ടിരിക്കും. കാരണം എന്തിനാ നമ്മൾ ചോദിക്കുന്നത്? നമ്മൾ ചോദിക്കുന്ന പർപ്പസ് ദൈവത്തിന്. നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ ആള് കളിക്കാനല്ല ചോദിക്കുന്നത്. നമ്മൾ ദൈവരാജ്യത്തിന് വേണ്ടി ശക്തമായി നിൽക്കാൻ വേണ്ടി, അനേകരെ ദൈവരാജ്യത്തേക്ക് അടുപ്പിക്കാൻ വേണ്ടിയിട്ട്, അനേകരെ ഇരുട്ടിന്റെ അധികാരത്തിൽ നമ്മൾ എപ്പോഴും പറയും എന്തുകൊണ്ടാണ് നമുക്ക് ആയുധം വേണമെന്ന് പറയുന്നത്. നമ്മുടെ കയ്യിൽ ആയുധമില്ല, നമുക്ക് യുദ്ധം ചെയ്യാൻ പോകുന്ന ദൈവം പറയാം. കാരണം ശത്രു പിടിച്ച് വെച്ചിരിക്കുന്നവരൊക്കെ ഇങ്ങനെ സ്വതന്ത്രമായിട്ട് ഭൂമിയിൽ നടക്കുന്നവരല്ല. ആത്മമണ്ഡലം നമ്മൾ കാണാൻ പറയാം, അവർ കാരാഗ്രഹത്തിൽ കൊണ്ട്, ചങ്ങലക്കുള്ളില്, ആമത്തിലിട്ട് അങ്ങനെ പലയിടത്തും അവൻ ബന്ധിച്ചിട്ടിരിക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ തീയിലും വെള്ളത്തിലൊക്കെ അങ്ങനെ ഇരിക്കുന്ന ആൾക്കാരെയാണ് നമുക്ക് തിരിച്ചു പിടിക്കേണ്ടുന്നത്. അപ്പൊ അവിടെ വെറുതെ ചെന്ന് അതിനെ പിടിച്ചോണ്ട് പോരാൻ പറ്റത്തില്ല. നമ്മൾ കാണുന്നത്, നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന പല വ്യക്തികളും കാണുമ്പോൾ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് നല്ലതായിട്ട്, പക്ഷെ അവരെ ആത്മമണ്ഡലം നമ്മളത് കണ്ടാ അറിയാം അവരെവിടെയാ കുടുങ്ങി കിടക്കുന്നതെന്ന്. അതിനെയൊക്കെ പൊട്ടിച്ച് നമ്മൾ പുറത്തെടുക്കണം. അതെടുക്കണമെങ്കിൽ ഈ ശക്തി ബലമൊന്നും പോരാ. നമ്മുടെ മുമ്പിൽ നിൽക്കുന്നവനോട് യുദ്ധം ചെയ്ത് തന്നെയാണ് അവരെ പിടിച്ചെടുക്കുന്നത്. നമ്മുടെ കുടുംബത്തിലുള്ള പലരും ശത്രുവിന്റെ ആ കെണിക്കുള്ളിൽ കിടക്കുകയാണ്. ആ കെണി പൊട്ടിച്ചവനെ കൊണ്ടുവരണമെങ്കിൽ നമ്മൾ നോർമൽ മനുഷ്യനായിട്ട് നിന്നാ പോരാ. അവിടെ നമ്മുടെ അകത്തെ മനുഷ്യൻ കരുത്തനായിരിക്കണം. നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ശത്രുവിനെക്കാട്ടി കരുത്ത് നമുക്ക് ഉണ്ടായിരിക്കണം. അപ്പൊ നമ്മളെ ദൈവം ആക്കി വെച്ച ഉത്തരവാദിത്തം ഹല്ലേലൂയ. ഇതാണ് നമ്മൾ മറന്നു പോകുന്നത്. പലപ്പോഴും നമ്മളത് മറന്നു പോകുന്നു. നമ്മളും ഒരുങ്ങുന്നില്ല, മറ്റുള്ളവരും ഒരുക്കുന്നുമില്ല. രണ്ടു കുഴപ്പം നമ്മുടെ കയ്യിലേക്ക്. നമ്മൾ സ്വയം ഒരുങ്ങി കഴിഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് മറ്റുള്ളവർ ഒരുക്കണം. കാരണം നമ്മൾ ചിലപ്പോൾ നമുക്ക് വേദി കിട്ടത്തില്ലായിരിക്കും, ഇതൊന്നും ഇല്ലായിരിക്കും. ഇപ്പൊ അതിനുള്ള നമുക്ക് വെളിപ്പെടാൻ ഇപ്പൊ അതിന് വേണ്ടിയിട്ട് പ്രയോജനപ്പെടാൻ നമുക്ക് കഴിയുന്നില്ലായിരിക്കും. പക്ഷേ എന്ന് വിചാരിച്ച് നിങ്ങൾ ഉറങ്ങിക്കിടക്കരുത്. നമ്മൾ ഒരുക്കപ്പെട്ടിരിക്കണം. കാരണം പെട്ടെന്നായിരിക്കും ദൈവം നമ്മളെ കുറച്ച് ഞാൻ പറഞ്ഞു, നമ്മൾ വേദപുസ്തകം എടുത്ത് പരിശോധിക്കുന്ന മനസ്സിലാവും. ഏലിയാവിനെ ദൈവം പെട്ടെന്ന് തിഷ്പേന ഏലിയ എന്ന് പറഞ്ഞുകൊണ്ട് രാജാവിന്റെ മുമ്പിലേക്ക് കൊണ്ടു നിർത്തി. എന്താ ആലോചന അറിയിക്കുക. അതുവരെ ഏലിയാവ് എവിടെയായിരുന്നു ചോദിച്ചാല് ഏലിയാവിനെ ദൈവം ഒരുക്കുമായിരുന്നു. അവിടെ നമ്മളെ തരുന്ന സമയത്ത് നമ്മൾ ഒരുങ്ങിയാൽ ഇതുപോലെ ദൈവം കൊണ്ട് പെട്ടെന്ന് നമ്മളെ പുറത്തെടുക്കും. ഇന്ന് പുറത്തെടുക്കാതിരിക്കുന്നതിന്റെ കാര്യം നമ്മൾ ഒരുക്കപ്പെടുന്നില്ല. ഹല്ലേലൂയ. ഒരുങ്ങക്കഴിയുമ്പോഴാണ് പെട്ടെന്ന് ദൈവം നമ്മളെ ഓരോരുത്തരെയും പുറത്തേക്ക് കൊണ്ടുവന്ന് കൊണ്ടു നിൽക്കുമ്പോൾ ആ കൊണ്ട് നിർത്തുമ്പോൾ അവിടെ പരാജയപ്പെടരുത്. അതാ ദൈവത്തിന്റെ ഇഷ്ടം. അതുകൊണ്ട് ദൈവം കാത്തിരിക്കുന്നത്. നമ്മളെ ഒരിടത്ത് കൊണ്ടുനിർത്തിയിട്ട് പിശാചി വന്നിട്ട് നമ്മളെ പേക്കോലമാക്കി കളയാനല്ല. അതുകൊണ്ട് നമ്മൾ ഒരുക്കപ്പെട്ടവരായിട്ട് ദൈവം മുൻപിലേക്ക് എടുക്കുമ്പോൾ, ശത്രുവിന്റെ മുമ്പിലേക്ക് മുമ്പിൽ നിർത്തുമ്പോൾ നമ്മളുടെ പരാജയപ്പെടുന്നവരായിട്ടല്ല, നമ്മൾ ജയാളികളായിരിക്കണം. അതുകൊണ്ടാണ് ദൈവം വെയിറ്റ് ചെയ്യുന്നത്. നമ്മൾ ഒരുങ്ങണം. ഈ ദിവസങ്ങളിൽ അനേകരും ഒരുക്കാനുള്ളതാ. നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ തന്നെ മുമ്പ് നമ്മൾ എക്സ്ക്യൂസ് പറഞ്ഞാൽ അതൊന്നും ദൈവത്തിന് നമുക്ക് വില പോകത്തില്ല. കാരണം ദൈവം നമ്മളെ ആക്കി വെച്ച്, നമ്മളെ ദൈവം തെരഞ്ഞെടുത്ത് ആക്കി വെച്ചിരിക്കുന്ന ദൈവം നമുക്കൊരു ജോലി തന്നിട്ടുണ്ട്. ആ ജോലി എന്താ തിരിച്ചറിഞ്ഞ് അത് ചെയ്യണം. അല്ലാതെ വെറുതെ ഇരുന്നിട്ട് ശമ്പളം വാങ്ങിക്കാന്ന് വിചാരിക്കുന്ന നിനക്ക് ആരും വെറുതെ ഇരുന്നിട്ട് ഒന്നും ദൈവസന്നിധി ഒന്നും ചെയ്യാതിരുന്ന് മറ്റുള്ളവരെ കുറിച്ച് ഒരു ചിന്തയില്ലാതെ, വിചാരമില്ലാതെ, യഹോവയുടെ അറ്റത്തോടെ നിങ്ങൾ എന്റെ സാക്ഷികളാകണമെന്ന് പറഞ്ഞ് ദൈവം നമ്മളെല്ലാവരും ശിഷ്യരാക്കി വെച്ചിരിക്കുമ്പോൾ നമ്മൾ ആരും ആ ദൈവം തന്ന
ഉത്തരവാദിത്വം ഏറ്റെടുക്കാതിരിക്കല് ഹാല ഈ ദിവസങ്ങളിൽ ഹാലയിലെ നമ്മൾ ഉണ്ടേ തന്നെ ചെയ്യണം ഹാല നമ്മൾ ഒരുക്കപ്പെട്ടവരാകണം അനേകരെ ഒരുക്കണം ഹാല ദൈവസന്നിധി ഹാല അനേക ആത്മാക്കളെ ഹാലയിലെ ദൈവസന്നിധിയിലേക്ക് നമ്മളെ വരവും കാത്ത് നമ്മൾ വിടുവിക്കുമെന്ന് പറഞ്ഞ് കാത്തിരിക്കുന്ന അനേകരുണ്ട് ഹാല അനേക ആത്മാക്കളുണ്ട് ആത്മാക്കളുടെയൊക്കെ വില ഹാലെ നമ്മളോട് ദൈവം കണക്ക് ചോദിക്കും ഹാലല്ലേ അപ്പൊ അതുകൊണ്ട് നമ്മൾ അവിടെ ചെന്ന് നിൽക്കുമ്പോൾ ഹാലല്ലേ അതിനൊക്കെ ആമേ ഹാലെ അവർ ദൈവത്തിന് മുമ്പ് ചെന്ന് കുനിഞ്ഞു നിൽക്കാനല്ല മുഖം തല താഴ്ത്തി നിൽക്കാനല്ല തലയുയർത്തി ദൈവസ്ഥലം നിൽക്കാനായിട്ട് ദൈവം നമ്മളെല്ലാം യോഗ്യരാക്കി മാറ്റട്ടെ അതിനെ ദൈവം എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ വചനത്തിൽ ആമേൻ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു.